വീണുടഞ്ഞു വീണുടഞ്ഞു. പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. മണ്ണിൻ ഈറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി. മണ്ണിൻ ഈറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി. വെയിലിൻ കയ്യിൽ അഴകോലും വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു. പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. എവിടെ കുട്ടൻ? അനിയൻ തമ്പുരാൻ എവിടെയെന്ന്? നല്ല കഥ. ഇവിടെ വന്ന് നിൽക്കുക. ഗുരുവായ കൃഷ്ണ ഭക്തരുമായ വള മാല റിബൺ കുങ്കുമം, വള മാല റിബൺ കുങ്കുമം, വള. ഇതിനെന്താ വില? 6 രൂപ. വള മാല റിബൺ കുങ്കുമം,
ഇപ്പൊ ഒരു കുട്ടിയും ചോദിച്ച വള ഏതാ? അയ്യെടുക്ക. എത്ര? 6 റുപ്യ. വള 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 മാല റിബൺ കുങ്കുമം വള വള വള. താൻ ആരോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ കച്ചവടം നടത്തുന്നത്? അയ്യോ അങ്ങനെ ഞാൻ തറവാട് അടച്ചിട്ടുണ്ടോ? ഇല്ലേ. ഇല്ലാണ്ട് തന്നിഷ്ടം പോലെ കച്ചവടം നടത്താൻ എന്താ തന്റെ തറവാട്ടുള്ള സ്ഥലമാണോ? ഇവിടെ ചോദിക്കാൻ ആളുണ്ട്. തറവാട് അടയ്ക്കാണ്ട് ഒരു കച്ചവടം പറ്റില്ല. തൽക്കാലം കയ്യിൽ പണമില്ലാഞ്ഞിട്ടാണ്. പണമില്ലാത്തവൻ കച്ചവടം നടത്തണ്ട. അങ്ങനെ പറയരുത്. വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നും തറവാട ഞാൻ അടച്ചോളാം. ഭഗവാന്റെ മുമ്പിൽ ഞാൻ കള്ളം ചെയ്യില്ല. കള്ളം ചെയ്യില്ല അത്രേ. ആളെ കണ്ടെത്തന്നെ അറിഞ്ഞൂടെ? നടക്കും കൊണ്ട്. അയ്യോ 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 അയ്യോ. പറ്റിക്കാൻ നോക്കുന്ന ഭഗവാനെയാണ്. ആ വിചാരമില്ല ഒന്നിനും. മനഃപൂർവ്വം ആവില്ലല്ലോ ശങ്കരൻകുട്ടിയാരെ. പാവം, അയാൾ കച്ചവടം ചെയ്തട്ടെ. തറവാടക കിട്ടാണ്ട് കച്ചവടം ചെയ്യേ. അത് അയാൾ കിട്ടിക്കോളും. കെട്ടട്ടെ, എന്നിട്ട് ആവാലോ കച്ചവടം. അത്രേ വേണ്ടൂ. വിറ്റ് കിട്ടുന്നതിൽ നിന്നും അയാളത് അടച്ചാ പോരെ? അനിയൻ തമ്പുരാന് വിഷമം തോന്നരുത്. പോരാ, ക്ഷേത്രസമിതിയുടെ തീരുമാനം മാറ്റാൻ പറ്റില്ല. എന്താ ഇവിടെ? ഒന്നുമില്ല. തറവാട കെട്ടാണ്ട സൂത്രത്തിൽ മതിൽക്കെട്ടിനകത്ത് കിടന്ന് കച്ചവടം നടത്തിയായിരുന്നു. കയ്യോടെ പിടിച്ചു. അപ്പോഴുണ്ട് അനിയൻ തമ്പുരാന്റെ ഒരു ശുപാർശ. കുട്ടൻ എന്തിനാ ഭാരിച്ച കാര്യങ്ങളിലൊക്കെ തലയിടുന്നത്? അതൊക്കെ നോക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. തറവാടക കിട്ടിയില്ലെങ്കിൽ കച്ചവടം നടത്താൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. ശരി, വേണ്ട. ഇയാളുടെ ഈ സാധനങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തിനാ? അതങ്ങ് വിട്ടുകൊടുത്തൂടെ? എവിടെയെങ്കിലും പോയി പഴിച്ചോട്ടെ. വല്ലവർക്കും വേണ്ടി മുതിർന്നവരോട് എന്തിനാ കുട്ടായി ഈ തർക്കുത്തരം? അതൊക്കെ ചീത്ത സ്വഭാവമാ. വേണ്ട, കുട്ടൻ പോയിക്കോളൂ. ചകനോട്ടിയാരെ, ആ സാധനങ്ങളൊക്കെ അത് കൊണ്ടുപോയിക്കോട്ടെ. ഈ പരിസരത്ത് ഇനി കണ്ടുപോകരുത്. പോയിക്കോളൂ. പിന്നെ മണികണ്ഠനും കൂടി പുറപ്പെടുകയായി അല്ലേ? പുറപ്പെട്ടല്ലേ പറ്റൂ. ശങ്കരനെയും കുട്ടീഷനെയും അവരുടെ പാപ്പാമാര് പുലർച്ചയ്ക്ക് മുമ്പേ പുറപ്പെടുവിച്ചു. ആ ധൃതിയൊന്നും എനിക്കില്ല. പകല് തെളിഞ്ഞിട്ട് ഞാൻ എന്റെ മണികണ്ഠനെ പുറപ്പെടുവിക്കും. അവനും വേണ്ട കുറച്ച് വിശ്രമം. അല്ലടാ പോലെ. ഒരു കാര്യം പറയാണ്ട വയ്യ കേട്ടോ. എന്താ? മണികണ്ഠനെ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ക്ഷീണമുണ്ട്. മണികണ്ഠന് നേരാൻ വണ്ണം ഞാൻ തീറ്റ കൊടുക്കണില്ല. ആരും അറിയാണ്ട് ഇവനെ കൊണ്ട് തടി പിടിപ്പിക്കണോ? അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് കാറ്റ് വീഴ്ചോണ്ടാണ് വലിയില്ലല്ലോ. ഓ, എന്തിനാ തമ്പ്രാൻകുട്ടി എന്നോട് ഈ മുന്നോച്ച വർത്താനം? കണ്ടപ്പോ ഒരു ക്ഷീണം പോലെ തോന്നി, അതുകൊണ്ടാണ്. എങ്കിൽ അങ്ങനെ തോന്നണ്ട. അത്ര ദണ്ണാച്ചാ മണികണ്ഠൻ നേരെ കൊലത്തുള്ള തടയ്ക്കാൻ ഞാൻ അവിടെ നിന്ന് തിന്നു കൊടുത്തു വരട്ടെ. എന്താ? പിന്നെ പുഷ്പാങ്കത, ഞാൻ പറഞ്ഞ കാര്യം, മറ്റേ കാര്യം കഴിഞ്ഞ കൊല്ലം ചോദിച്ചപ്പോ ഇക്കുറി ആവട്ടെ എന്ന് പറഞ്ഞു. വന്നപ്പോ പുറപ്പെടും മുമ്പാവട്ടെ എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട്. അതിനെന്താ തരാലോ. പക്ഷേ മാതംഗ ശാസ്ത്രത്തിൽ പറയണത് വാലി പിഴുതെടുക്കണത് ആനയ്ക്ക് ദോഷമാണ്. മണികണ്ഠന് ലേശം ക്ഷീണുണ്ടെന്ന് തോന്നിയപ്പോഴേ തമ്പ്രാൻകുട്ടിയുടെ മനസ്സ് വിഷമിച്ചു. ആനയ്ക്ക് ദോഷം വരും എന്ന് അറിഞ്ഞിട്ടും ആനവാലി വേണമെന്ന് വെച്ചാ തമ്പ്രാൻകുട്ടി പറഞ്ഞോളൂ, പുഷ്പാങ്കതം തരാം. എങ്കിൽ പിന്നെ സാരമില്ല, പോട്ടേന്ന് വെക്കാം. എന്ത് സാരില്ലാന്ന്? ആനയ്ക്ക് ദോഷം ഉണ്ടാവണതോ? അയ്യോ അല്ല, ആനവാല് വേണമെന്നൊരു മോഹം തോന്നിയില്ലേ, അത് വേണ്ടാന്ന് വെക്കാം. എന്നാലും മണികണ്ഠന്റെ ദോഷം വരണ്ട. ഇനിയിപ്പോ അടുത്ത കൊല്ലം ഉത്സവത്തിനെ കാണൂ അല്ലേ മണികണ്ഠ? നടാനെ അല്ല, അതിന് മുൻപൊരു വരവുണ്ട്. അതപ്പോൾ നമ്മളെ കമ്മിറ്റി പ്രസിഡന്റ് ഇല്ലേ, ബർമ രാമകൃഷ്ണ കൈമള് അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി മകരത്തിലാണ്. അതിനൊരു വിളക്കുണ്ട്. എഴുന്നള്ളിക്കാൻ മണികണ്ഠൻ തന്നെ വേണമെന്ന് അദ്ദേഹം ആളെ പറഞ്ഞിട്ടിരിക്കുക. ഓ, നന്നായി, ഇടയ്ക്കൊരു വരവായല്ലോ. എന്നാ വരട്ടെ. ആ,
ഉത്സവം കഴിഞ്ഞ് എല്ലാരും പോകുമ്പോ സങ്കടാ. എന്നും ഉത്സവമായ മതിയായിരുന്നു. കൊട്ടും മേളവും എഴുന്നള്ളിപ്പും ഇല്ലാന്നല്ലേ ഉള്ളൂ. മനസ്സിൽ നമുക്ക് എന്നും ഉത്സവല്ലേ കുട്ടാ? ഞാനിപ്പോ ഇരിക്കുന്ന ഈ കൊമ്പില്ലേ, അല്ല ഈ കൊമ്പ്, ഇതിന്റെ 10 ഇരട്ടി പൊക്കത്തിലാണ് ട്രപ്പീസിലെ ഊഞ്ഞാലിന്റെ ബാറ്. അത് കാല് രണ്ടും മടക്കി തല കീഴായി ഞാൻ തൂങ്ങിക്കിടക്കും. ദാ ഇങ്ങനെ. ഇങ്ങനെ കൈ രണ്ടും നീട്ടി അതി പിടിച്ചുകൊണ്ട് ഒരു പെണ്ണ് തൂങ്ങിക്കിടക്കും. അവിടെ കാലി പിടിച്ചുകൊണ്ട് ഒരാണ്. അങ്ങനെ ആണും പെണ്ണുമായി 5-6 പേര് തൂങ്ങിക്കിടക്കും. ഒക്കെ എന്റെ ഈ കാലിന്റെ ഒരു ബലത്തിലാണെന്ന് ഓർമ്മ വേണം. അങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് മെല്ലെ മെല്ലെ ആടും. ആ ആട്ടത്തിന്റെ തഞ്ചത്തിൽ ഓരോരുത്തരായി എതിർവശത്തുള്ള ബാറി ചാടിപ്പിടിച്ച് കയറും. അങ്ങനെ ഞാൻ മാത്രം ഇങ്ങനെ മെല്ലെ ഇങ്ങനെ താഴെ പോരും. രക്ഷയ്ക്ക് നെറ്റ് പോലും കെട്ടാതെയുള്ള അഭ്യാസമാണ്. താഴെ വീണാ പിന്നെ ഒരു കുട്ട കൊണ്ടുവന്ന് വാരിക്കൊണ്ട് പോയാ മതി. അല്ല പിന്നെ എന്നിട്ടല്ലേ എന്റെ നമ്പർ. തല കീഴായി തൂങ്ങിക്കിടന്നാടിക്കൊണ്ട് ഞാൻ 3 വട്ടം കൈകൊട്ടും. 1 2 3. അതെന്തിനാ? മനസ്സുണ്ടായിട്ട്. എടാ കൊച്ചരെ, അതൊക്കെ നമ്പറിന്റെ ഒരു ഭാഗമാണ്. നീ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കരുത് കേട്ടോ. എന്നിട്ട് കാല് രണ്ടും നിവർത്തി ഒരൊറ്റ ജമ്പാണ്. താഴെ നിലത്തെത്തുന്നതിന് മുമ്പ് ഞാൻ 3 വട്ടം കരണം പറയും. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ കൂളായിട്ട് താഴെ നിലത്ത് വന്ന് 2 കാലും കുത്തി ഒരൊറ്റ നിപ്പാണ്. ആ നിപ്പിൽ തലയിലെ തൊപ്പി ഊരി ആൾക്കാരെ നോക്കി ഒരു സല്യൂട്ടുണ്ട്. താങ്ക് യു താങ്ക് യു. കയ്യടിയുടെ ഒരു പൂരമാണ്. പിന്നെ ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക്. അടുത്ത ഐറ്റം ജീപ്പ് ജമ്പിങ്. സർക്കസിലെ ട്രപ്പീസ് ബാറിന് ഈ മരക്കൊമ്പിനേക്കാൾ എത്ര ഇരട്ടി പൊക്കം ഉണ്ടെന്നാ പറഞ്ഞ? 10 ഇരട്ടി പൊക്കം. 10 ഇരട്ടി എന്ന് പറഞ്ഞ? 10 ഇരട്ടി എന്ന് പറഞ്ഞ 5-6 ഇരട്ടി. 5-6 ഇരട്ടി എന്ന് പറഞ്ഞ 4 ഇരട്ടി. അതിലൊട്ടും കുറയ്ക്കാൻ പറ്റില്ല. 4 ഇരട്ടി എങ്കിൽ 4 ഇരട്ടി. അതിനേക്കാൾ പൊക്കം കുറവാണല്ലോ ഈ കൊമ്പിന്. സർക്കസ് വല്ല നാട്ടിലും കിടക്കണു. കാണാനോ ഭാഗ്യമില്ല. എങ്കിൽ ഈ അഭ്യാസമെങ്കിലും ഒന്ന് കാണാമല്ലോ അല്ലേ? മാധവൻകുട്ടി ഒരു കാര്യം ചെയ്യും. ഈ കൊമ്പിന് താഴോട്ട് ചാടി ഒരു കരണം മറിഞ്ഞ് 2 കാലി താഴെ വന്നിക്കുക. ഒരു കരണം മതി, ഞങ്ങൾ കൈയടിക്കാം അല്ലേ? കൈയടിക്കുന്നതിനെ പറ്റിയല്ല, അതിവിടെ പറ്റില്ല. കരണം പറഞ്ഞ് 2 കാലി താഴെ നിലത്തുനിന്ന് നിൽക്കണമെങ്കിൽ സ്പോട്ട് ലൈറ്റ് വേണം, മ്യൂസിക് വേണം. അങ്ങനെ അതിന്റെ ഒരു ട്രെയിനിങ്. അല്ലാണ്ട് ചാടിയ വിടലി ഉളുക്കും അല്ലേ? ചിലപ്പോ ചത്തും പോകും. എന്തിനാ ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്റെ മാനം കളയണേ? എന്റെ പൂച്ച പുറത്തായാൽ ഇവറ്റയ്ക്ക് പിന്നെ എന്നെ വല്ല ബഹുമാനം ഉണ്ടാവുമോ? ഇവരുടെ മുന്നിലെങ്കിലും ഞാനൊരു സ്റ്റാർ ആയിക്കോട്ടെ. ഇഷ്ടാ നമ്മുടെ രാജനെ ഇന്നിവിടെ കണ്ടേയില്ലല്ലോ. കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ദേ ഇന്നിനെ പോണുണ്ടല്ലോ, പറഞ്ഞുവിടാം. ഏയ് വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. മനസ്സിലായി? എന്ത് മനസ്സിലായി? ചുമ്മാ ചോദ. രാജൻ നോക്കിക്കോളൂ, അടുത്ത കൊല്ലം ഉത്സവത്തിന് മുമ്പ് ഒരു ജോലി തരാവും തീർച്ച. എന്തോ ദിവസവും പോസ്റ്റ്മാന്റെ വരവും കാത്തുള്ള തപസ്സുണ്ടല്ലോ. അനുഭവിക്കുന്നവർക്കേ അറിയാം എന്റെ വിഷമം. എവിടേക്കാ പൊതുലൊട്ടിയും തമ്പ്രാനും കൂടെ? എവിടേക്കുമില്ല, വെറുതെ. മാധവൻകുട്ടിയൊക്കെ പറയണേ ഇയാളൊരു കള്ള വെളിച്ചപ്പാടാണെന്നാ. തലവെട്ടിപ്പൊടിക്കലും രക്തം വീഴ്ത്തലും ഒക്കെ ഒരുതരം അടവാണത്രേ. പക്ഷെ ഉറഞ്ഞു തുണ്ണ കണ്ട ശരിക്കും ബാധ കയറിയിട്ട് തന്നെയാണെന്നേ തോന്നൂ. ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോരോ വേഷമല്ലേ നീയാ? ഏയ് പോസ്റ്റ്മാനെ,
അവിടെ നിക്ക. ആ മേനെ ഒന്ന് നിക്ക, ചോദിക്കട്ടെ. പോസ്റ്റ്മാനെ, എനിക്ക് കത്ത് വല്ലോണ്ടോ നോക്കുക. ഒന്ന് നോക്കുക മേനെ. ഒരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഞാൻ മേനല്ല, നല്ല ഒന്നാം തരം പിഷാരടിയാണെന്ന്. പിഷാരടി എങ്കിൽ പിഷാരടി, കത്തുണ്ടോ നോക്കുക. കത്തുണ്ടെങ്കിലേ അതങ്ങോട്ട് വേണ്ട സ്ഥലത്ത് എത്തിച്ചു തന്നിരിക്കും. അതിന് ആ സർക്കാർ എനിക്ക് ശമ്പളം തരണേ, മനസ്സിലാവണ്ടോ? അല്ലാണ്ട് കാണുമ്പോ മെക്കിട്ട് തരാൻ പറഞ്ഞോണ്ട് കത്തുണ്ടാവില്ല. അത് വരി തന്നെ വേണം. ഇല്ലാത്ത കാശ് കടം വാങ്ങിയിട്ടാണ് ഓരോ അപേക്ഷ അയക്കുന്നത്. 4 ഇടത്തുനിന്ന് മറുപടി വരാനുണ്ട്. പറയണ കേട്ടാ എന്റെ ഉദാസീനത കൊണ്ടാണ് കത്ത് വരാത്തേന്ന് തോന്നുമല്ലോ. എന്നല്ല. പിന്നെ അയക്കണ അപേക്ഷകൾക്ക് മറുപടി അയക്കണമെന്ന് അത് കിട്ടുന്നവർ കൂടി തോന്നണ്ടേ. അല്ലാണ്ട് ഞാൻ വേറൊരു ദൂതൻ എന്ത് ചെയ്യാനാ. എന്നാലും മെന്നെ. മേനല്ല, പിഷാരടി. അതെ പിഷാരടി, നിങ്ങൾ ഒന്നുകൂടെ ഉത്സാഹിക്കണം. ആ ഏട്ടൻ തമ്പുരാൻ 2 കത്തുണ്ട്, അതിലൊന്ന് ഇയാൾ കൊടുത്തോട്ടെ. പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടുകാരന് കത്ത് വരാത്തതില് തമ്പുരാന് സങ്കടം ഉണ്ടെങ്കിൽ ഇനി ഒരു മാർഗേ ബാക്കിയുള്ളൂ. അനിയൻ തമ്പുരാൻ തന്നെ ഒരു കത്ത് എഴുതി പെട്ടിയിലിടുക. അത് കൃത്യമായിട്ട് ഞാൻ ഇയാൾക്ക് എത്തിച്ചു കൊടുത്തോളാം. എന്താ, മതിയോ? പാവം, കത്ത് വരാണ്ട് അയാൾ എങ്ങനെയാ തരിക? എന്താ? ഞങ്ങള് കുട്ടിയും കോലും കളിക്കുമ്പോ കുട്ടി അവിടെ ഇവിടെ? തങ്ങിപ്പോയി. ദാ. അയ്യോ, എന്റെ ഈശ്വരാ. അയ്യോ 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 അയ്യോ, എവിടേക്ക് എന്നെ കൊണ്ടുപോണേ എന്റെ ഈശ്വര? ആരാ എന്നെ എടുത്തേക്കണേ? അതൊന്ന് പറയേ. ഞാനാണ് മുത്തശ്ശി, അനിയൻ കോവിലത്തെ. അനിയൻ തമ്പുരാനോ? ഭാഗ്യം, തൊട്ട അശുദ്ധായില്ലല്ലോ. ആവോ, ഭാഗ്യമൊന്ന് കൂട്ടിക്കോളും മുത്തശ്ശിയെ. കണ്ണീ കൊള്ളേണ്ടത് പുരിയത്തായിന്ന് കരുതുക. ആരായി പണി പറ്റിച്ചേ? തല തെറിച്ച് വല്ല നാശവിത്തുകളായിരിക്കും. കുരുത്തം കെട്ട വക കൊറേ ഉണ്ടല്ലോ ഈ നാട്ടില്. ഇനി ഇങ്ങോട്ട് വരട്ടെ പുളിയിലെറിയേ. എന്റെ കൈ കിട്ടാവട്ടെ. അയ്യോ മുത്തശ്ശി, കുട്ടികളല്ല. അല്ലാണ്ട് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധാണ്. ആ, എന്നിട്ടാണ് ഒന്നും അറിയാത്ത പഞ്ചപാവത്തെ പോലെ എന്നെ എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടിയതല്ലേ? ഞെളിഞ്ഞിരുന്ന് പറയണ കേട്ടില്ലേ? കുട്ടിയോളല്ല ഞാനാ മുത്തശ്ശിന്ന്. ഒന്നിനോളം വലുതായി പോയല്ലോ. അല്ലെങ്കിൽ തന്നേനെ ഞാനൊന്നു. അയ്യോ എന്റെ ഈശ്വരാ. അയ്യോ, ഈ തമ്പുരാൻ എന്തൊരു ശുദ്ധനാ. ഇത് കേറിയേക്കണ്ട വല്ല കാര്യമുണ്ട്. അവനവൻ ചെയ്തത് ഏറ്റു പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ, അല്ലേ മുത്തശ്ശി? അയ്യോ, എന്താ? എന്റെ നാളിനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. എന്താ കാര്യം? ആ രാവത്തെ പരമനായര് അയാൾ ചെയ്ത ദുഷ്ടതരമാണ്. അവൻ തേങ്ങ മോഷ്ടിച്ചെന്ന് ഭഗവാനെ വിചാരിച്ച് തമ്പുരാൻ അവനെ വിടിയിച്ചായിരുന്നു. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് നാണു മാത്രമേ ഉള്ളൂ. അവനെന്തെങ്കിലും വന്നപ്പോ ഞാൻ ജീവിച്ചിരിക്കല്ലോ തമ്പുരാനെ. നാണു തേങ്ങ മോഷ്ടിച്ചോ? പച്ച കള്ളവാ തമ്പുരാനെ. കൺമുന്നിൽ ഇട്ട് കൊടുത്താ പോലും അന്യന്റെ വസ്തു തിരിഞ്ഞു നോക്കുകയല്ല. അങ്ങനെയാ ഞാൻ അവനെ വളർത്തിയത്. പരമൂന്നായര് വേറെന്തോ വൈരാഗ്യത്തിന് ചമച്ചുണ്ടാക്കിയ കള്ളക്കേസാണ്. തമ്പുരാൻ എന്റെ മോനെ രക്ഷിച്ചു തരണോ? ചെയ്യാത്ത കുറ്റത്തിന് ആരാണ് ഇവിടെ നാണുവിനെ ശിക്ഷിക്കാന്ന് അറിയണമല്ലോ. നാണുവിന്റെ അമ്മ വിഷമിക്കാതിരിക്കാം. രാജവാഴ്ച പോയതോടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അടക്കം എല്ലാത്തിനും വില പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഒരു ബഹുമാനം കോവിലകത്തോടും അവിടുത്തെ തമ്പരാക്കന്മാരോടും ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ടുകൂടി പറയുകയാണ്, ഇവിടത്തെ പോലുള്ള ഒരാള് ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങളിൽ ഇടപെടരുത്. അവൻ തേങ്ങ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അവൻ വാങ്ങിക്കട്ടെ. അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഹെഡ് കോൺസ്റ്റബിളെ? എന്നാ കേട്ടോളൂ, നാണു മോഷ്ടിച്ചിട്ടില്ല. കണ്ട സാക്ഷികളും പിടിച്ചെടുത്ത തൊണ്ടിയും ഒക്കെ ഓരോ വൈരാഗ്യത്തിന്റെ പേരിൽ കൽപ്പിച്ചുണ്ടാക്കിയതാണ്. നാണു മോഷ്ടിച്ചിട്ടില്ല. ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ വന്ന് പറയുന്നു തോന്നുന്നുണ്ടോ ഹെഡ് കോൺസ്റ്റബിളിന്? അനിയൻ തമ്പുരാൻ ഇത്ര തറപ്പിച്ച് പറയുമ്പോ ശരിയായിരിക്കും. അവൻ മോഷ്ടിച്ചിട്ടുണ്ടാവില്ല. അവനെ അങ്ങോട്ട് വിട്ടയക്കുക. എടോ അബ്ദുള്ളേ, ആ ചെറുക്കനെ ഇറക്കി വിട്.
നിങ്ങൾ അവനെ ഭേദ്യം ചെയ്യുമെന്നും ഉണ്ടായില്ലല്ലോ. ഏയ് ഇല്ല, സാവകാശമാകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. തമ്പുരാൻ വന്ന് നിന്റെ നല്ല നേരം. ഓക്കെ. അവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഹെഡ് കോൺസ്റ്റബിളെ, അവനൊരു കള്ളനല്ലെന്ന്. ആകെ കൂടിയുള്ളത് 10-16 തെങ്ങ. വിളഞ്ഞ കൊലയിൽ നിന്ന് രാത്രി തേങ്ങ പിരിച്ചെടുക്കും. ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ല ഈ ഉപദ്രവം. ഉപദേശിച്ചു നോക്കി, ശാസ്ത്രം നോക്കി, രക്ഷയില്ലാന്ന് കണ്ടപ്പോഴാ ഇന്നലെ രാത്രി കാവലിൽ നിന്ന് കയ്യോടെ പിടിച്ചത്. അപ്പൊ നിങ്ങൾ പറയുന്നത് നാണു ശരിക്കും തേങ്ങ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണോ? ഭഗവാൻ അറിയാം, അതാണ് സത്യം. ഹായ്, അപ്പൊ ഞാൻ കാണിച്ചാണല്ലോ അതിക്രമം. സാരമില്ല, വഴിയുണ്ടാക്കാം. അതെ ഹെഡ് കോൺസ്റ്റബിളെ, ഒരു അബദ്ധം പറ്റിയിരിക്കണു. ആ നാണു ശരിക്കും തേങ്ങ മോഷ്ടിച്ചിരുന്നു അത്രേ. അത് മനസ്സിലാക്കേണ്ടേ ഞാൻ വന്ന് ശുപാർശ ചെയ്തതും അത് വിശ്വസിച്ച് നിങ്ങൾ അവനെ വിട്ടയച്ചതും രണ്ടും ബുദ്ധിമോശമായി. അതങ്ങോട്ട് തിരുത്തുക. മോഷണം നടത്തി പിന്നെ നുണയം പറഞ്ഞിട്ട് എന്നെയും നിങ്ങളെയും വിട്ടിയാക്കിയിട്ട് ഒരുത്തരം അങ്ങനെ രക്ഷപ്പെടാൻ പാടുണ്ടോ? ഇല്ല. ആരെന്ന് വെച്ചാൽ അയച്ച് അവനെ കൈയോടെ പിടിക്കുക, ഭേഷായിട്ട് ഭേദം ചെയ്യുക, വേണ്ട ശിക്ഷയൊക്കെ കൊടുക്കുക. പാവം ആ പരമനായരെ പോലുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഒട്ടും അമാന്തിക്കണ്ട കേട്ടോ. ഈ വക കാര്യങ്ങൾക്ക് അപ്പ തന്നെ കിട്ടണം, എന്നാലേ പഠിക്കൂ. പറട്ടെ. നന്നായി രാജ്യഭാരം കയ്യിലില്ലാതെ പോയത്. വങ്കൻ ബർമേന്ന് വന്നപ്പോ കൊണ്ടുവന്ന 5-6 പുത്തൻ കയ്യിലുണ്ടെന്ന് കരുതി രാമകൃഷ്ണ കൈമൾ എന്റെ മുമ്പിൽ ആരാവാനാടോ? കമ്മിറ്റി പ്രസിഡന്റാണെന്നും പറഞ്ഞൊരു അലങ്കാരത്തിന് ഞെളിഞ്ഞിരിക്കാം, അത്ര തന്നെ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണോ, അതിന് ഞാൻ തന്നെ മനസ്സ് വെക്കണം. അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? എന്താ പറഞ്ഞോളൂ. പ്രിയദർശിനി വായനശാലയുടെ പ്രവർത്തകരാണ്. വായനശാല കെട്ടിടം ഒന്ന് പുതുക്കി പണിയാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നല്ല കാര്യം. ആട്ടെ, ഞാനിപ്പോഴെന്താ വേണ്ടത് അത് പറഞ്ഞോളൂ. ഉദാരമായ എന്തെങ്കിലും ഒരു സംഭാവന. ഈ കോലത്ത് ഔദാര്യത്തിനൊട്ടും മുട്ടുണ്ടായിട്ടില്ല. പറഞ്ഞോളൂ, എത്രയാ വേണ്ടത്? ഇവിടത്തെ ഇഷ്ടം പോലെ എന്തെങ്കിലും. അതല്ല അതിന്റെ ശരി. എത്രയാ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പറഞ്ഞോളൂ. ഒരു 500, ഒരു 250 റുപ്യ. വല്ലാണ്ട കുറച്ച് പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ ഈ കോലത്തെയും. 250 റുപ്യേ? അവിടുന്ന് പറഞ്ഞാ മതി. 1000 ആയാലോ? 1000 അങ്ങോട്ട് എഴുതാ. അത്രയും കയറ്റി ഈ നാട്ടിൽ വേറെ ആരും സംഭാവന തരാൻ ഉണ്ടാവില്ല. ഇല്ല. ആ ബർമാക്കാരൻ പോലും ഇല്ല. കൈമൾ സാർ 500 റുപ്യാണ് തന്നത്. നാട്ടിലൊരു നല്ല കാര്യത്തിന് കൊടുത്ത സംഭാവന കേട്ടില്ലേ? 500 റുപ്യ. പെട്ടി നിറയെ പണം ഉണ്ടായിട്ട് എന്താടോ കാര്യം? വാസ്തവം. തേങ്ങാക്കാരനെ കാണുമ്പോ ഇവർക്ക് ഇവിടുത്തെ കണക്കിൽ 1100 റുപ്യ വാങ്ങിച്ചു കൊടുത്തേക്കാ. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാൽ ഒന്ന് വാങ്ങിച്ചോളൂ. വലിയ ഉപകാരമായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. തേങ്ങാക്കാരന്റെ ഇന്ന് പറ്റിപ്പോ കുറച്ചായി. ആവട്ടെ, തെങ്ങിന് തേങ്ങ ഇനിയും കായ്ക്കൂലോ. അതുകൊണ്ടും തീർന്നില്ല വെച്ചാൽ അതിനുള്ള വഴി അപ്പം നോക്കാം. ഞാൻ രാവിലെ പറഞ്ഞായിരുന്ന കാര്യം. മകന്റെ പഠിപ്പിന് പണം അയക്കണ കാര്യല്ലേ, മറന്നിട്ടില്ല. അതും അയാളുടെ അടുത്ത് തന്നെ വാങ്ങിക്കോളൂ. കണക്ക് തേക്കിന് ഞാനായിക്കോളാം. എന്താ പോരെ? മതി. പങ്കുണിയാരെ, കോലോത്തെ ദാനധർമ്മങ്ങള് ഞാനായിട്ട് മുടക്കില്ല. വായനശാലയ്ക്ക് വേണ്ടിയിട്ടായാലും ശരി, തന്റെ മകന്റെ പഠിപ്പിന് വേണ്ടിയിട്ടായാലും ശരി. എന്താ? ആരാ അവിടെ? കുടിക്കാൻ കുറച്ച് വെള്ളം തരാ. കല്യാണിയമ്മേ, എത്ര പുസ്തകമാണ് ഈ തമ്പുരാട്ടി വായിച്ചു കൂട്ടുന്നത്? കോലോത്തെ തമ്പുരാട്ടിമാരെല്ലാം ഇങ്ങനെയാണോ? ആയിരിക്കും. ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെന്നാ അമ്മാവൻ പറയാറ്. ഏട്ടൻ തമ്പുരാന്റെ ഭാഗ്യം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ വേണ്ട ബുദ്ധി ഉപദേശിക്കാനുള്ള അറിവും വൈഭവവും ഇവിടത്തേക്കുണ്ടല്ലോ. കല്യാണമ്മേ, അടയ്ക്കാമരത്തിന്റെ മടലെന്ന് കുളത്ത് വീണ് കിടക്കണു. അതൊന്ന് എടുത്തു കളഞ്ഞോളൂ. ഇല്ലയെന്ന് വെച്ചാ അത് കിടന്ന് ചീഞ്ഞ് വെള്ളം ചീത്തയാവും. അതിനിടെ വരുത്തണ്ട. ഞാനിവിടെ കാണിക്കുന്ന അടുപ്പവും കോലത്തോടുള്ള കൂറുമൊന്നും പണ്ടേ ആയമ്മയ്ക്ക് പിടിക്കാറില്ല. പിടിക്കണ്ടോ? അത്ര തന്നെ. അനിയൻ തമ്പുരാൻ വരണുണ്ട്. ഇന്നെന്താ രാജവാരവും കാര്യാന്വേഷണവും ഒക്കെ നേരത്തെ അവസാനിപ്പിച്ചോ? അനിയൻ കുഞ്ഞു കുട്ടിയല്ലേ, എത്ര നേരാ കോലത്ത് അടച്ചു കൂട്ടിയിരിക്കുക. ഇടയ്ക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ആളുകളായിട്ട് ഇടപഴകിയ ഒരു ശീലമെങ്കിലും ഉണ്ടാവൂലോ. ചെല്ലിയല്ലേ. ഒന്നിനോളം വളർന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരവും പ്രാപ്തിയില്ലാന്ന് വന്നപ്പോ തീർന്നില്ലേ എല്ലാം?
കണ്ടില്ലേ താഴത്തെ പഞ്ചായത്ത്? കണ്ടു. അമ്മാവന്റെ വക ഉമ്മറത്ത്, മരുമകളുടെ വക തളത്തിലും. ഈ കോവിലകം മുടിപ്പിച്ചിട്ട് അടങ്ങ് രണ്ടാളും. ഉണ്ണി ഒന്നിലും ഇടപെടണ്ട. കണ്ടില്ലാന്നും കേട്ടില്ലാന്നും നടിക്കുക, അതേ വഴിയുള്ളൂ. ഉണ്ണിയുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ കൂട്ടരൊക്കെ കോലോത്ത് കയറാൻ ധൈര്യപ്പെടുമായിരുന്നു. ആ പറഞ്ഞിട്ടെന്താ ഫലം? അമ്മയും വല്യമ്മാവനും ഉണ്ടായിരുന്ന കാലം അതൊരു കാലം തന്നെയായിരുന്നു. അനിയൻ തമ്പുരാൻ എന്താ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്? ഇഷ്ടമാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വീണ വായിക്കാം. വേണ്ട, അതിൽ തുടരുത്. ഞാൻ അടുത്ത് വരുമ്പോഴെന്താ ഈ ഇഷ്ടക്കേട്? എപ്പോഴും അതെ, ഒരു ഒഴിഞ്ഞുമാറലാണ്. അതോ ഉള്ളിലെ ഇഷ്ടം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണോ ഈ അപ്രിയം? ആ ചിരിയും കൊഞ്ചിക്കൊഴഞ്ഞൊരു വർത്താനവും കണ്ണെറിയലും, ഹായ്, മുഖത്തേക്ക് കാറി തുപ്പാനാണ് എനിക്ക് തോന്നിയത്. അരുതുണ്ണി, ഒരു അവിവേകവും കാട്ടരുത്. അശ്രീകരം. ഏട്ടനെ വശീകരിച്ചത് പോരാഞ്ഞിട്ടാവും എന്റെ അടുത്ത്. ഏട്ടത്തിയുടെ കോവിലകത്ത് നിന്നും ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. കല്യാണിയമ്മയ്ക്ക് ഇനി പിടിപ്പത് പണിയായി. അതിനെന്താ ഉണ്ണി, എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലല്ലേ. ഏതായാലും ഇവര് ഇടയ്ക്കും തലയ്ക്കും ഒന്ന് വന്ന് പോകണത് നല്ലത് തന്നെ. ഏട്ടത്തി ഇരുന്നിടത്തു നിന്നും ഒന്ന് അനങ്ങുമല്ലോ. പിത്തം പിടിക്കാണ്ടിരിക്കെങ്കിലും ചെയ്യട്ടെ. അങ്ങനെയൊന്നും പറയരുതുണ്ണി. ദാ വരണു. ചിറ്റൂരിൽ നിന്നും സുഭദ്രേച്ചിയുടെ കത്തൊക്കെ വരാറില്ലേ ചെറിയമ്മേ? കത്തൊക്കെ വരണുണ്ട്. ആൾക്ക് മാത്രം വരാൻ സാവകാശം ഇല്ല എന്നൊരു കുറവേ ഉള്ളൂ. അത് നമ്മുടെ കുഞ്ഞിക്കാവിന്റെ കാര്യം പറഞ്ഞതുപോലെയാ, പിടിപ്പതും മുതല്. പക്ഷെ കണ്ണൊന്ന് ചിമ്മാനുള്ള സ്വസ്ഥതയില്ല. തക്കം പാർത്ത് നിൽക്കുകയല്ലേ സ്വന്തക്കാരെന്ന് പറഞ്ഞ് കുറെ എണ്ണം. കണ്ണെന്ന് തെറ്റിയ എത്രയാ കക്കുവെന്ന് യാതൊരു നിശ്ചയമില്ല. സുഭദ്രയുടെ കാര്യം ഇത് തന്നെയാ. ഇവിടെ സ്ഥിതി അതൊക്കെ തന്നെയാണ് ചെറിയമ്മേ. എല്ലാറ്റിനും എന്റെ കൈ തന്നെ ചെല്ലണം, അല്ലെങ്കിൽ കാണാൻ കഥ. ചെറിയമ്മയ്ക്ക് ഒരടകൂടിയാവാം. വേണ്ട, മതി കുട്ടിയെ. ഓ, അങ്ങനെ ഇപ്പൊ മതിയാക്കണ്ട. വേണ്ട വേണ്ട, കാറിൽ തന്നെ പോയാ മതി. കൃഷ്ണ, ആ കാറൊന്ന് പിന്നാമ്പുറത്തേക്ക് നീക്കിയിടൂ. കല്യാണിയമ്മേ, ആ ചാക്കും സഞ്ചിയും സാധനങ്ങളും ഒക്കെ കാറിലേക്കൊന്ന് എടുത്തു വെച്ചോളൂ. മുൻവശത്തോടി പോവണ്ട, വരാറായിട്ടുണ്ട്. നിക്ക്, പോരാത്തത് പിന്നെ ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അല്ല കല്യാണിയമ്മേ, ഏട്ടത്തിയുടെയും കൂടെ വീടല്ലേ ഇത്? ഇവിടെ നിന്നും അവരുടെ കോവിലകത്തേക്കോ ബന്ധുക്കൾക്കോ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തിനാ അത് ഒളിച്ചും മറച്ചും പിന്നാമ്പുറത്തൂടെ ആക്കണേ? എന്നും ഇരുട്ടുമ്പോ ലോകകാര്യം അന്വേഷിച്ചും കൊണ്ടുള്ള ഈ യാത്ര എവിടേക്കാണെന്ന് ആരും അറിയില്ലെന്നാണോ ഏട്ടൻ കരുതണേ? വേണ്ട ഉണ്ണിയെ, മനസ്സിൽ തോന്നിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉറക്കെ ചോദിച്ചുകൂടാ. എന്തിനാ രാത്രിയിൽ ഇറങ്ങി വരണമെന്ന് പറഞ്ഞ്? ഒന്നിനുമല്ല, പൊന്നുതമ്പുരാന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിയ തറവാട്ടിലെ പൊതുവാള് കുട്ടി ക്ഷുരകൻ ശങ്കരന്റെ കൊച്ചുമോൻ വിളിച്ചാൽ വരുമോന്ന് ഉറപ്പുവരുത്താൻ മാത്രം. വരുമെന്ന് ബോധ്യായില്ലേ? ഉവ്വ്, ഇന്നിരെ പേടിക്കണ്ട. ലോകമറിയ എന്റെ സ്വന്തമാക്കിയിട്ടല്ലാതെ ഞാനൊന്ന് തൊടുക പോലുമില്ല. അതിനുള്ള ഹൃദയശുദ്ധി എനിക്കുണ്ട് കുട്ടി. കരയരുത്, ഒരായുസിന് വേണ്ടതിലേറെ കരഞ്ഞതല്ലേ. ഇനി ഈ കണ്ണുകൾ നിറയാൻ ഞാൻ അനുവദിക്കില്ല. ഇന്നലെ പൊക്കോളൂ. ആ, സഞ്ചാരത്തിന് ഇറങ്ങായി അല്ലേ? ഏട്ടൻ തമ്പുരാൻ ഉണർന്നിട്ടില്ല ഇനിയും. പകലെന്നുണ്ടോ രാത്രിയെന്നുണ്ടോ? ഭാരിച്ച കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒരാൾ തന്നെ വേണ്ടേ അന്വേഷിക്കാനും ശ്രദ്ധിക്കാനും? ക്ഷീണം ഉണ്ടാവും, ഉറങ്ങിക്കോട്ടെ. എന്ന് വെച്ച് അനിയൻ തമ്പുരാൻ ഇറങ്ങാൻ വൈകിക്കണ്ട കേട്ടോ.
ഉണ്ണി കാപ്പി കുടിച്ചിട്ടില്ല. വേണ്ട. വേണം. വിളമ്പി വെച്ചിരിക്കുക. ഉണ്ണി വരൂ. എവിടേക്ക് നില്ലാണ്ട് ദിവസവും രാവിലെ എന്തിനാ ഉണ്ണിയെ ഈ ഇറങ്ങി പോണത്? പോകാവുന്ന ഇടങ്ങളിലേക്ക് മാത്രമല്ലേ ഞാൻ പോണുള്ളൂ, അതും പകല് മാത്രം. എവിടേക്കും പോകാതെ ഇവിടെ തന്നെ ഇരുന്നാ പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. ഉള്ള സ്വസ്ഥത കൂടെ കളയാൻ എന്തിനാ? ശരിയാണ്. ഉണ്ണി എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോളൂ. വേണ്ടാന്ന് പറയാനും പൊയ്ക്കോളൂ എന്ന് പറയാനും രണ്ടിനും കല്യാണിയമ്മ തന്നെ. പൊയ്ക്കോളൂ. പക്ഷേ മുഷിഞ്ഞു നിട്ടിട്ട് വേണ്ട. അലക്കിയ കുപ്പായം മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ശാസിക്കേണ്ടപ്പോൾ ശാസിക്കാനും തലോടേണ്ടപ്പോൾ തലോടാനും നിങ്ങളുണ്ട്. ഒരേ ഒരു സംശയം മാത്രം. സംശയമല്ല, സങ്കടം. ഞാൻ എന്തിനെ ഈ കോവിലകത്ത് വന്ന് പിറന്നു? എന്തുകൊണ്ട് കല്യാണി അമ്മയുടെ മകനായി ഏതെങ്കിലും ഒരു കൊച്ചു വീട്ടിൽ പറഞ്ഞില്ല? ഉണ്ണി കിളിക്കൂട്ടിൽ 7 മുട്ട ഉണ്ടെന്ന്. അതെല്ലോ. എന്നിട്ടിപ്പോ അപ്പൂട്ടൻ പറയാ അതിൽ 5 ഉള്ളൂന്ന്. ഏഴുണ്ടായിരുന്നല്ലോ. 7 ഉണ്ടായിരുന്നില്ല, 5 ഉള്ളൂ. അപ്പൂട്ടൻ നുണ പറയാ. 7 ഉണ്ടാവും. അനിയേട്ടന് തെറ്റില്ല, 5 ഉള്ളൂ. അപ്പോ ബാക്കി രണ്ടെണ്ണം എവിടെ? എനിക്കറിയില്ല. തർക്കം വേണ്ട, ഞാൻ കയറി നോക്കാലോ. 7 ഉണ്ടാവും. 5 കാണൂ. നമുക്ക് കാണാലോ. ഓ, കാണാം. ആചരിക്കണം. 1 2 3 4 5 6 7 7 ഉണ്ടല്ലോ. ഇപ്പോഴോ? അതെ, 2 അടിയില്ല. അത് അപ്പൂട്ടം കാണാഞ്ഞിട്ടാവും. അനിയേട്ടാ, ഏട്ടൻ നമ്പറാ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നിങ്ങൾ ആരും ഇങ്ങോട്ട് നോക്കല്ലേ. ജനാധിപത്യത്തിന്റെ കാലാണ്. ക്ഷേത്രത്തിന്റെ നോക്കി നടത്തിപ്പുകൾ കോലോത്തിന് മാത്രമായിട്ട് വേണ്ട, ഒരു മേൽനോട്ടത്തിനൊരു കമ്മിറ്റിയുടെ ഇരുന്നോട്ടെ എന്ന് കരുതി അത്രയ്ക്കും കയറി ഭരിക്കാറായോ കുറുപ്പേ? പ്രസിഡന്റ് ആയാലും കമ്മിറ്റി ആയാലും ശരി, ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് പോകാൻ പാരമ്പര്യമായിട്ട് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇവിടെ. അത് തെറ്റിച്ചോണ്ടുള്ള ഒരു പരിഷ്കാരവും നമുക്ക് വേണ്ട. എന്താടാ എന്താടാ? ഈ ഒന്നുമില്ല. എന്തൊക്കെ പോക്കണങ്ങളാ കുട്ടാ നീ കാണിക്കണ്? കൊച്ചു കുട്ടികളുടെ പോലെ മരത്തിന്റെ മുകളിലാ കളി. ഹായ്, നിന്റെ ജന്മം എന്താ? വാനരവർഗത്തിലാ? കൈ നൂർത്തി ഒന്ന് തരാന്ന് വെച്ചാലേ ഒന്നിനോളം വളർന്നു പോയില്ലേ? നിന്റെ ഓരോ പ്രവൃത്തിയോട് കാരണം നാലാളുടെ മുമ്പിൽ നാണം കിടുക ഇപ്പൊ എന്റെ വിധിയായിരിക്കുന്നു. കഷ്ടം. ഇങ്ങനെയുണ്ടോ ഒരു ജന്മം? നടക്കണോ നേരെ? എന്തിനാ ചിരിച്ചേ? ഓണോന്ന് വെച്ചിട്ടില്ല അനിയേട്ടാ, അറിയാണ്ട് ചിരി പൊട്ടിപ്പോയതാ. ഏയ് സാരമില്ല. ഏട്ടന്റെ ശകാരം കേട്ട് കേട്ട് എനിക്ക് നല്ല ശീലമായിരിക്കുന്നു. വാ. അവധി തീർന്നു. നാളെ കഴിഞ്ഞ് പുലർച്ചയ്ക്ക് ഞാൻ പോവും. അടുത്ത ഉത്സവത്തിന് മുമ്പ് വരില്ലേ? വരാണ്ട് പിന്നെ കൊടി കയറുമ്പോ മാധവൻകുട്ടി എത്തിയിട്ടുണ്ടാവും. പിന്നെ എല്ലാ തവണത്തെയും പോലല്ല ഇത്തവണത്തെ പോക്ക്. എന്താ വിശേഷമുണ്ട്. പറയാ കേക്കട്ടെ. പറഞ്ഞിട്ടറിയണ്ട, താനേ അറിയുന്ന അതിന്റെ രസം. ചിലപ്പോ അത് അറിയുമ്പോ നാട്ടുകാർ മുഴുവൻ എന്നെ വെറുക്കും, ശപിക്കും. പക്ഷെ ആരൊക്കെ ശപിച്ചാലും അനിയനി മാധവൻകുട്ടി തള്ളി പറയില്ല, ഇല്ലേ? ഏയ്, മാധവൻകുട്ടിയെ ഞാൻ എങ്ങനെ തള്ളി പറയാ? നല്ല കഥയായി. അത് മതി. വരട്ടെ. തമ്പ്രാട്ടി, അടിയത്തങ്ങളുടെ കടപ്പാടമാണ് പൊളിച്ചു മാറ്റണത്. കാരത്തമ്പ്രാന് ചായ്പ് കെട്ടാൻ ഈ മാസം കൊണ്ട് കഴിഞ്ഞിട്ട് അടിയത്തങ്ങള് തെക്കേ തലക്കിൽ കുടില് കെട്ടി മാറിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് കേക്കണില്ല. വല്യപ്പുറം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു കാരത്തമ്പ്രാൻ കുടില് പൊളിച്ചു മാറ്റിയാണ്. നിന്ന നിപ്പിലിങ്ങനെ ഇറക്കി വിട്ടാൽ അടിയത്തിങ്ങൾ എവിടെ പോകാൻ തമ്പ്രാട്ടി? നീ പറയണ ശരിയാ. പക്ഷേ ഏട്ടൻ തമ്പുരാൻ ഇവിടെ ഇല്ലാണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാ? ഏട്ടനല്ലേ ഇപ്പോഴും ഇവിടെ ഇല്ലാതുള്ളൂ.
ഞാനുണ്ടല്ലോ. ഈ പാവത്തങ്ങളെ ദ്രോഹിച്ചിട്ട് അങ്ങനെ ഇപ്പൊ പങ്കുണ്ണി ആര് കേമനാവണ്ട. വരിക. ഇത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുണ്ട്. ഇത് മറ്റ് കളിച്ചുകൊണ്ടിരുന്നാ പറ്റില്ല. ഒന്ന് എടുത്തോട്ടെ. നിർത്താനാണ് പറഞ്ഞത്. അനിയൻ തമ്പുരാൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടണേ? കാര്യം ഉണ്ടായിട്ട് തന്നെ. ഏട്ടൻ പ്രത്യേകം നിർദ്ദേശിച്ചതുകൊണ്ടാണ് ഞാനിത് ചെയ്യിക്കുന്നത്. അറിയാം. എന്നാൽ ഇപ്പോ അനിയൻ പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ട് ഇതങ്ങോട്ട് നിർത്തിവെച്ചോളൂ. ഇറങ്ങി പോരടാ. ഞാനൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാല് അത് വിലക്കാനും വേണ്ടാന്ന് വെപ്പിക്കാനും നീ ആരാ ഇവിടെ? നീ ആരാന്ന്? പങ്ങണിയരെ ചെല്ല്, ചെന്ന് ഇന്നേരം ആ കുടിൽ പൊളിച്ചു മാറ്റി അവറ്റെ ഇറക്കി വിട്. ആരാ വിലക്കാനെന്ന് എനിക്കൊന്ന് അറിയണം. ഏട്ടാ, ഒരക്ഷരം മിണ്ടണ്ട, പോകത്ത്. ഞാൻ ഈ കോവിലകത്ത് ആരുമല്ലേ കല്യാണി അമ്മേ? തമ്പുരാട്ടി വിശേഷം അറിഞ്ഞോ? ഉണ്ണികൃഷ്ണ പൊതുവാളിന്റെ കൊച്ചുമോളില്ലേ, അമ്പലനടക്കില് കൊട്ടിപ്പാടുന്ന ആ രാജന്റെ പെങ്ങള് ഇന്ദിര. കല്യാണപ്രായം കഴിഞ്ഞിട്ടും ആരും വരാണ്ട് മൂത്തു നിൽക്കണ ഒരു കോത. വലിയ അടക്കോ ഒതുക്കമുള്ള കുട്ടിയാണെന്നാണല്ലോ ഇവിടെ ചിലരുടെ ധാരണ. നീ കാര്യം എന്താണെന്ന് പറ ഊർമിളെ. ആ കുട്ടി പുറപ്പെട്ടു പോയി. അവള് വല്ല വിഷം വാങ്ങി തിന്ന് പുഴയെ ചാടി ചാവുക ചെയ്തിരുന്നെങ്കിൽ ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. കുടുംബത്തിലെ സകലരുടെയും മുഖത്തെ കാഴ്ചേച്ചു പോയിരിക്കണു ദ്രോഹി. ഉരുപ്പെട്ടവള് ഗുണം പിടിക്കൂല, കണ്ടോ? മാധവൻകുട്ടി പോകണതിന് മുമ്പ് തിരിച്ചുപോക്കിനൊരു വിശേഷം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ അനിയൻ അത് എന്നോട് പറയാതിരുന്നേ? വിശേഷമേ പറഞ്ഞുള്ളൂ. അത് ഇതാവുന്ന് ഞാനുണ്ട് അറിയണു. പക്ഷെ ഒന്നുണ്ട് കേട്ടോ രാജ, മാധവൻകുട്ടി ദുഷ്ടനല്ല. ഇന്ദിരയ്ക്ക് ഇതൊരു രക്ഷയാവുന്ന എനിക്ക് തോന്നണേ. അനിയൻ അത് പറയാം. ഇറങ്ങിപ്പോയത് എന്റെ ഉടപ്പറന്നോളല്ലേ? നാണക്കേട് എന്റെ കുടുംബത്തിനും. അതുകൊണ്ടല്ല രാജ, ഇങ്ങനെ വല്ലതും അല്ലാണ്ട് ഇന്ദിരയെ നേരാവണ്ണം അയക്കാൻ ഇവിടുത്തെ ചുറ്റുപാടില് കഴിയായിരുന്നോ? ഇല്ലല്ലോ. സഹതപിച്ചില്ലെങ്കിലും വേണ്ട, അനിയനൊരു സഹായം ചെയ്യണം. പുണ്ണിലിട്ട് കുത്തുന്ന വർത്തമാനം പറയരുത്. ഇനി ഇതിന്റെ പേരിൽ കരപ്രമാണിമാർ ചേർന്ന് അമ്പലത്തിൽ പാടുന്നതിൽ നിന്നും വിലക്കുമോ ഈശ്വര? എങ്കിൽ പിന്നെ മുഴുപട്ടിണി തന്നെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതുകൊണ്ട് അവനവനുണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും ചിന്ത. അല്ലാണ്ട് അത് സംഭവിച്ച ആൾക്ക് എന്താ ഉണ്ടാവുക, അയാളുടെ നില എന്താവും, അതാലോചിക്കാൻ ആർക്കും വയ്യ. എനിക്ക് മാത്രം അതിന് കഴിയണില്ല. ചിലപ്പോ അത് തന്നെയാവും എന്റെ തരക്കേട്. ഇല്ല ഉണ്ണി, ഈ മനസ്സിന്റെ ഒരു നേരുണ്ടല്ലോ, അതാണ് ശരി. അത് നഷ്ടപ്പെടാണ്ട് നോക്കിയാ മതി. ഏട്ടൻ വിളിച്ചോ? ആ കുട്ടൻ വരിക, അങ്ങോട്ട് ഇരിക്കുക. ആ കസാര ഉണ്ട്, എടുക്കുക. ഇന്നെന്താ ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ? ആ സമയാവണല്ലേ ഉള്ളൂ. കുട്ടൻ ഏഴായിട്ടൊന്നും മെലിഞ്ഞിട്ടുണ്ടോ ഇല്ലടോ പങ്ങണിയരെ? ഇല്ല, വെറുതെ തോന്നണതാവും. സ്നേഹമുള്ളവർക്ക് അങ്ങനെ തോന്നും. ആ അത് ശരിയാ. പിന്നെ കുട്ടാ, തേങ്ങാക്കാരന്റെ അടുത്തുള്ള പറ്റ് കൂടുതലായി. അവിടെ ഇവിടെ ആയിട്ട് അല്ലറ ചില്ലറ ബാധ്യതകൾ വേറെ. അതങ്ങനെ കിടക്കുന്നത് നമ്മുടെ സ്ഥിതിക്ക് ചേർന്നതല്ല. ആ ബാധ്യത അങ്ങോട്ട് ഒഴിവാക്കാന്ന് വെച്ചു. താഴത്തെ പറമ്പിനോട് ചേർന്ന് കിടക്കണ ആ പാടല്ലേ, വലിയ അനുഭവമൊന്നുമില്ലാത്ത മണ്ണ. തെക്കത്തെ മമ്മൂജി നല്ല വിലക്കെടുക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് എനിക്കും തോന്നി. ബാധ്യതകൾ അങ്ങ് ഒഴിവാകുമല്ലോ. ആ പ്രമാണം ഒന്ന് എഴുതി കൊടുക്കണം. നമുക്ക് രജിസ്റ്റർ ഓഫീസ് വരെ ഒന്ന് പോവാം. എന്താ കുട്ടന്റെ അഭിപ്രായം? എന്താ വേണ്ടിയെന്ന് ഏട്ടൻ പറഞ്ഞാ മതി. ഒരു വശത്ത് ഓരോന്നോരോന്നായി ജീർണിക്കുന്നു, മറുവശത്ത് മുതലുകൾ ഒന്നൊന്നായി വിൽക്കുകയും. എന്റെ ഭഗവാനെ, എങ്ങനെയിരുന്ന കോവിലകമാണിത്! വല്യമ്മാവന്റെ കാലത്ത് 9 ആനകളെ ഒന്നിച്ചെഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ട് ഈ മുറ്റത്ത്. ഒക്കെ ശരി തന്നെ. എന്നാലും വസ്തുക്കൾ വിൽക്കേണ്ടി വരുമ്പോ എനിക്ക് സന്തോഷാണ് കല്യാണിയമ്മേ. പ്രമാണത്തിൽ ഒപ്പിടണമല്ലോ. അപ്പോഴെങ്കിലും ഞാൻ ഇവിടെ ആരെങ്കിലും ആണെന്ന് വരുന്നുണ്ടല്ലോ, അത് മതി. ഉണ്ണി,
കിസലയ ശയനതലേ കിസലയ ശയനതലേ ഗുരുകാമിനി ചരണനളിന വിനിവേശം കിസലയ ശയനതലേ ഗുരുകാമിനി ചരണനളിന വിനിവേശം കിസലയ ശയനതലേ ഗുരുകാമിനി ചരണനളിന വിനിവേശം കിസലയ ശയനതലേ തവ പദ പല്ലവ തവ പദ പല്ലവ വൈരി പരാഭവം ഇദമനുഭവതു സുവേശം തവ പദ പല്ലവ വൈരി പരാഭവം ഇദമനുഭവതു സുവേശം ക്ഷണമധുനാ നാരായണം ക്ഷണമധുനാ നാരായണം അനുഗതമനുഭജ രാധേ രാധേ അനുഗതമനുഭജ രാധേ രാധേ കിസലയ ശയനതലേ ഗുരുകാമിനി ചരണനളിന വിനിവേശം കിസലയ ശയനതലേ കരകമലേന കരോമി ചരണമകം. ഞാൻ പോവാണ് അനിയ. എവിടേക്ക് അറിയില്ല. ഒന്നിനൊരു തീർച്ചയില്ല. നാട് വിടുന്നു, എവിടേക്കെന്നില്ലാതെ. എന്തെങ്കിലും രക്ഷപ്പെടുമായിരിക്കും. അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. അതില്ലെങ്കിൽ അറിഞ്ഞൂടാ. താൻ പോയാ പിന്നെ വീട്ടിലെ കാര്യങ്ങളോ? പട്ടിണിയും പങ്കപ്പാടൊക്കെ അവർക്ക് നല്ല ശീലമായി കഴിഞ്ഞു. അതിൽ കവിഞ്ഞിനി എന്ത് വരാനാണ് അനിയ? തോളപ്പുള്ള ഒരിടത്തുനിന്നും വേണ്ട. അതിന് എന്റെ ബന്ധമുണ്ടല്ലോ. നമ്മളെക്കാൾ ഒരു പടിയെങ്കിലും താഴ്ന്ന നിലയുള്ളവരായിരിക്കണം. ചോദ്യം ചെയ്യണ വർഗ്ഗവരുത്. വിളിച്ചാൽ ചൊൽപ്പുറത്ത് ഉണ്ടാവുകയും വേണം. മനസ്സിലിരിക്കുന്ന ഒരു ആലോചനയും ഇങ്ങനെയൊക്കെ തന്നെയാ. പഴയ സ്ഥാനി നായന്മാര് ഇപ്പൊ ഒക്കെ ക്ഷയിച്ചു. അച്ഛൻ പഴയ ഒരു സ്കൂൾ മാഷാ. കോൺഗ്രസും രാജ്യസ്നേഹവും പറഞ്ഞു നടന്ന് ജീവിക്കാൻ മറന്നുപോയൊരു ശുദ്ധൻ. തള്ളയില്ല. 3 പെൺകുട്ടികളുള്ളതിൽ മൂത്തതാ ആള്. ഡിഗ്രി 2ാം വർഷം വരെ പഠിച്ചു. മുട്ടു വന്നപ്പോ അതും മുടങ്ങി. നടക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ചൊൽപ്പടിക്ക് നിന്നോളൂ. പിന്നെ അവറ്റങ്ങൾക്കും അതൊരു സഹായമാവും. കേട്ടിടത്തോളം തെറ്റില്ല. വൈകണ്ട. എനിക്കോ സന്തതി പറഞ്ഞിട്ടില്ല. കോവിലത് അന്യം നിൽക്കാൻ പാടില്ലല്ലോ. എനിക്ക് വയ്യ കല്യാണി അമ്മ. എന്താ ഇപ്പൊ വയ്യാഞ്ഞിട്ട്? വയ്യാഞ്ഞിട്ട് തന്നെ. ആദ്യമൊന്നും അല്ലല്ലോ ഇത്. എല്ലാരും കൂടെ നിർബന്ധിച്ച് എഴുന്നള്ളി പോവും, കാണും. വിരോധം ഇല്ലാന്ന് തോന്നിയിട്ട് തിരിച്ചു വരും. പിന്നെ കേൾക്കാം കുട്ടിയുടെ ആൾക്കാർക്ക് പിടിച്ചില്ല എന്ന്. നാണം കെടാൻ എനിക്കിനി വയ്യ, അത്ര തന്നെ. ഇക്കുറി അങ്ങനെയല്ല ഉണ്ണി. ഇവിടുത്തെ കാര്യങ്ങൾ അവർക്കറിയാം. ഉണ്ണി പോയി ആളെ കാണും. ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ഉറപ്പിക്കേ വേണ്ടു. എന്നാലും കല്യാണി അമ്മ നോക്കുക, നല്ല കാര്യങ്ങൾ വരുമ്പോ ഇടം തിരിഞ്ഞു നിൽക്കരുത്. എപ്പോഴാന്ന് വെച്ചാ പോവാന്ന് ഏട്ടനോട് പറഞ്ഞോളൂ. ഞാൻ ക്ലാസ് വരെ പഠിപ്പുള്ളൂ. കുട്ടികളുടെ പ്രകൃതാണ്. ഒന്നിനൊരു പ്രാപ്തിയും വൈഭവമില്ല. വേണ്ട മോളെ, നമുക്കിത് വേണ്ട. അച്ഛൻ എന്തെങ്കിലും ഉപായം പറഞ്ഞു കഴിഞ്ഞോളാം. എന്നിട്ടോ അച്ഛാ, ഒരു കുറ്റവും കുറവില്ലാത്ത വേറെ ഏത് രാജകുമാരനെയാണ് അച്ഛൻ എനിക്ക് വേണ്ടി തേടിക്കൊണ്ടുവരിക? മോളെ, സാരില്ല അച്ഛാ, വിധി നമ്മൾ ആരും നിശ്ചയിക്കണതല്ലോ. ഒരാളെങ്കിലും രക്ഷപ്പെട്ടോന്ന്
അച്ഛനെ ആശ്വസിക്കാലോ. എനിക്ക് സമ്മതമാണ് അച്ഛാ. ആളെ കാണണമെന്ന് തന്നെയില്ല. എന്ന് പറഞ്ഞാ പറ്റുമോ മാഷേ? കുട്ടിയെ ഞങ്ങൾക്ക് ഒന്ന് കാണണ്ടേ? അതിനൊക്കെ പ്രധാനമായിട്ട് അനിയൻ തമ്പുരാനൊന്ന് കാണണ്ടേ? ആവാലോ. മോളെ കാർത്തികേ, കാർത്തിക എവിടെയാ പഠിച്ചിരുന്നത്? കേരളവർമ്മ കോളേജിൽ. എന്തായിരുന്നു വിഷയം? മലയാളം. മുഴുമിപ്പിച്ചില്ല അല്ലേ? കഴിഞ്ഞില്ല, ബുദ്ധിമുട്ടായപ്പോ നിർത്തി. അനിയൻ തമ്പുരാൻ എന്തെങ്കിലും ചോദിക്കാൻ വെച്ചാല് കുട്ടൻ എന്ത് ചോദിക്കാനാടോ? അല്ല ഒന്നുമില്ല, എന്നാലും ഇപ്പോഴത്തെ കാലല്ലേ. അതിനെന്താ, ചോദിച്ചോട്ടെ. ഞാൻ ഇല്ല, ഒന്നുമില്ല. 2-3 ചോദ്യങ്ങൾ കരുതി വന്നേർന്നു. അത് തന്നെ ഏട്ടൻ ചോദിച്ചതും. ഇനി ഒരു വട്ടം കൂടെ ആവർത്തിക്കാച്ച മുഷിയും. വേറെ ചോദ്യങ്ങൾ കരുതിയിട്ടുമില്ല, വേണ്ട. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ മാഷേ. ഏറ്റവും അടുത്തൊരു നല്ല ദിവസം നോക്കി മുഹൂർത്തം നിശ്ചയിച്ചോളൂ. പന്തിരു ചുറ്റും പച്ചോല പന്തലിണക്കി 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 പഴുക്കാം പാക്ക് കെട്ടി തൊങ്ങലു തൂക്കി തൊങ്ങലു തൂക്കി തൊങ്ങലു തൂക്കി തൊങ്ങലു തൂക്കി താവഴി തരവഴി തോരണം ചാത്തി നാടുവാഴും തമ്പ്രാന്റെ മംഗല്യത്തേരൊരുക്കി ആലിലുണ്ടൊരു വേര് വേരിറങ്ങിയ മണ്ണ് വേരിറങ്ങിയ മണ്ണിനുണ്ടൊരു മനസ്സ് നഗ തരക്കാം തരക്കാം നഗ തരക്കാം തിരുക്കുട്ടു തരക്കാം 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 തിരുക്കുട്ടു തിരുക്കുട്ടു നഗ തരക്കാം ഉത്സവത്തിനെഴുന്നള്ളിക്കാനൊരു തനിത്തങ്കത്തിടമ്പുണ്ടേ ും പെണ്ണിന്റെ പൊടകൊട കിളുന്തു പെണ്ണിന്റെ പൊടകൊടയ്ക്കൊരു സദസ് നഗ തരക്കാം തരക്കാം നഗ തരക്കാം തിരുക്കുട്ടു തരക്കാം 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 തിരുക്കുട്ടു തിരുക്കുട്ടു നഗ തരക്കാം ആരും തിരിയാതെ അടങ്ങാതെ ഒതുങ്ങാതെ
പന്തിരു ചുറ്റും പച്ചോല പന്തലിണക്കി പഴുക്കാപ്പാക്കു കെട്ടി തൊങ്ങലു തൂക്കി എന്താ ഈ കാട്ടിയത്? ഇതൊക്കെ പഴയ ആചാരങ്ങളല്ലേ? ഞാൻ കരുതിയായിരുന്നു പഠിപ്പുള്ള ആളാവുമ്പോ ഇങ്ങനൊന്നും അല്ലെന്നാണ്. പുതിയ ഒരു കൂട്ടം സമ്പ്രദായങ്ങളുണ്ടല്ലോ. അല്ല, പുതിയ സമ്പ്രദായങ്ങളെന്ന് പറയുമ്പോ എനിക്കൊരു നിശ്ചയമില്ല, കുട്ടിക്കും കാണില്ല. എന്താ കാര്യം എന്നറിയോ? നമ്മൾ രണ്ടാളും നടാതെ അല്ലേ കല്യാണം കഴിച്ചത്? ഇനി വേറൊന്ന് ചോദിക്കാം. കുട്ടിക്ക് മുഷീനില്ലല്ലോ. കടങ്കഥകളെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചോദിക്കട്ടെ? കിലുകിലുക്കും കിക്കിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. എന്താ പറയാ? അറിയില്ല. താക്കോൽ. ഇനി വേറൊന്ന്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്താ പറയാ? അറിയില്ല. അയ്യേ, കാലി കിടക്കണ ചെരുപ്പ്. ഇനി വേറൊന്ന് പറയാ. ഊരിയ വാൾ ഉറയിലിടും കാലം, പൊന്നിട്ട കത്തി പണയം തരാം. എന്താ പറയാ? അയ്യേ, പാല്. പശുവിന്റെ പാല്. ഉത്തരം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പറയാത്തത്. എനിക്കറിയാം. ഭർത്താവിന്റെ മുന്നിൽ തോറ്റു തരണത് ഉത്തമയായ ഭാര്യയുടെ ലക്ഷണാത്രേ. ഞാനും കേട്ടിട്ടുണ്ടേ. പണ്ട് രാജ്യഭാരം ഉള്ള കാലത്തായിരുന്നു വെച്ചാ നമ്മുടെ കല്യാണം ഇങ്ങനൊന്നും ആയിരുന്നിരിക്കില്ല നടക്ക. നാട് മുഴുവൻ ഉത്സവമായിരിക്കും, നാട്ടാർക്ക് മുഴുവൻ സദ്യയും. രാജ്യഭാരം വെക്കോട്ടെ, ഉത്സവവും സദ്യയും ബാക്കി വെക്കായിരുന്നു അല്ലേ? എന്താ അഭിപ്രായം? ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, രാജ്യഭാരം പോയാലുണ്ടായ വ്യത്യാസം ഞങ്ങൾക്കുണ്ടോ മനസ്സിലാവണം? ഹായ്, ഉത്തരം അസലായിട്ടുണ്ടെങ്കിലും ലേശം കട്ടിയായി പോയേ. പുലർച്ചെ ആയിന്നാ തോന്നണേ. ഒന്നുമില്ലാച്ചാലും സങ്കോചം വിട്ട് സംസാരിക്കാന്നല്ലോ. ശങ്കയില്ലാണ്ട് ആ ശബ്ദം ഒന്ന് കേൾക്കുകയും ചെയ്തു. ഒരാദ്യ രാത്രി കൊണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളാണേ. അനിയൻ തമ്പുരാനെ കുറിച്ച് പലരും പറഞ്ഞ് പല ധാരണകളും കുട്ടിയുടെ മനസ്സിലുണ്ടാവും. മറ്റാരേക്കാളും ഉണ്ണിയെ അടുത്തറിയാവുന്നത് കൊണ്ട് പറയുക, കുട്ടി പുണ്യം ചെയ്തോളാം. അല്ലാതെ ഇത്ര ശുദ്ധനായ ഒരാളെ ഭർത്താവായി കിട്ടില്ല. കണ്ടോളൂ, കുട്ടി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. കുട്ടി ചെല്ലുക, ഈറനോടെ അധികം നിൽക്കണ്ട. എങ്ങനെ കുട്ടി, രാത്രി ഉറക്കമൊക്കെ സുഖമായോ? പാവം, ദാരിദ്ര്യത്തിന്റെ നടുക്കിടന്ന് വട്ടം ചുറ്റുന്ന ആ കുടുംബത്തിന് ഒരു വലിയ സഹായമായിട്ടുണ്ടായി ബന്ധം ഇല്ലേ? നേരെ, അവർക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ഇടമാണോ ഇത്? മെയ് എങ്ങാണ്ടൊരു ബാധ്യത ഒഴിഞ്ഞു കിട്ടി. ഏട്ടൻ തമ്പുരാന്റെ വലിയ മനസ്സ്. വേറൊന്നുകൂടിയുണ്ട്, അനിയൻ തമ്പുരാനെ കുറിച്ച് അറിഞ്ഞിട്ട് ഒരു കുട്ടിയെ തരാനും തയ്യാറാവണ്ടേ? അത് ശരിയാ. അതെ, ഒന്ന് ഇത്രടം വരിക. കുട്ടിക്ക് വീണ വായിക്കാൻ അറിയോ? കുറച്ചൊക്കെ. എന്നാ ഒന്ന് വായിച്ചേ. അയ്യോ, ഇപ്പോഴോ? അതെ, ഇപ്പോ. അവരൊക്കെ താഴെ. ആരെ? ഏട്ടത്തെയോ? അവര് ഈ വീണ കണ്ടിട്ട് കൂടി തന്നെ ഉണ്ടാവില്ല. അതൊന്നും സാരാക്കണ്ട, ഒന്ന് വായിച്ചേ.
ഈ കണ്ണ് നിറഞ്ഞിട്ട്? ഒന്നുമില്ല, പെട്ടെന്ന് അറിയാണ്ട് അമ്മയെ ഓർത്തുപോയി. അമ്മ എപ്പോഴേ മരിച്ചത്? അമ്മയെന്ന് വിളിച്ച് കൊതി തീരും മുമ്പേ. അച്ഛനോ? ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഓർമ്മ മാത്രമായിട്ട്. ഒന്നും വ്യക്തമായിട്ടറിയില്ല. വല്യമ്മാവനായിരുന്നു കോവിലകത്തെ ഭരണം. അച്ഛനും വല്യമ്മാവനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു അത്രേ. സംബന്ധക്കാരുടെ വാക്കുകേട്ട് അവരുടെ തഞ്ചത്ത് നിൽക്കേണ്ട ഗതികേട് പൂവുള്ള കോവിലത്തെ തമ്പുരാന്മാർക്കായിട്ടില്ല. ഇവിടുത്തെ തമ്പുരാട്ടികൾക്കും എന്താ വേണ്ടത്, എങ്ങനെയാ വേണ്ടതെന്ന് ഇവിടെ ഞാനാ തീരുമാനിക്കാൻ. പിന്നെ എന്നും രാത്രി എന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന അമ്മ കരയും. താരാട്ടിന് പകരം ആ ഏങ്ങലടി കേട്ടാണ് ഞാൻ ഉറങ്ങാറ്. ഒരു ദിവസം അമ്മ ഉണർന്നില്ല. ഒരിക്കലും ഉണരാത്ത ഉറക്കം. ചന്ദനത്തിന്റെ മണമായിരുന്നു അമ്മയ്ക്ക്. ചന്ദനത്തടി കൊണ്ട് തന്നെ ചിതയൊരുക്കി തീ കൊളുത്തും വരെ കാത്തു. അച്ഛൻ വന്നാലും വന്നില്ല. പിന്നീട് ഒരിക്കലും. ഇനി കാക്കണ്ട. അതെ, കൊളുത്തിക്കോളൂ. അമ്മയുടെ മരണശേഷം ഈ വലിയ കോവിലകത്ത് ഞാൻ ഒറ്റയ്ക്കായി. കാർത്തിക് അറിയോ, കല്യാണിയമ്മ ഇല്ലാന്നെങ്കിൽ ഞാൻ ഇവിടെ ശരിക്കും ഒരു അനാഥ കുട്ടിയായനെ. ആരും ഇല്ലാണ്ട്. അമ്മയുടെ പ്രായമാണ് കല്യാണിയമ്മയ്ക്ക്. കുട്ടിക്കാലത്തെങ്ങോ കോവിലകത്ത് വന്ന് പെട്ടതാണ്. അമ്മ മരിച്ചേ പിന്നെ അവരായിരുന്നു എൻ്റെ അമ്മയും എല്ലാം. എന്നെ പ്രസവിച്ച് കിടക്കുമ്പോ അമ്മയ്ക്ക് മഞ്ഞപ്പനി പിടിച്ചു. പാല് കുടിക്കാൻ ഞാൻ ശാഠ്യം പിടിച്ചു കരഞ്ഞു ഉത്രേ. ആരും കാണാണ്ട് കല്യാണിയമ്മ എനിക്ക് മുല തരുമായിരുന്നു. സത്യം, പ്രസവിക്കാത്ത അവരുടെ മുല കുടിച്ചാണ് ഞാൻ വളർന്നത്. അച്ഛൻ പറഞ്ഞത് ഞാൻ ദൂരനെ കണ്ടു. അച്ഛനിപ്പോ ആലോചിക്കുന്നത് എന്തെന്ന് ഞാൻ പറയട്ടെ. ഇവളുടെ ശാഠ്യത്തിന് വഴങ്ങി വേറെ നിവൃത്തിയില്ലാണ്ട് എന്റെ മോളെ ഞാൻ ഇങ്ങനൊരിടത്തേക്ക് അയച്ചുല്ലോ എന്ന്, ഇങ്ങനൊരാളുടെ ഭാര്യയായിട്ട്. ശരിയല്ലേ അച്ഛാ? മോളെ, എങ്കിൽ കേട്ടോളൂ, അച്ഛന് തെറ്റി. ഇങ്ങനൊരാളെ കിട്ടിയത് എന്റെ ഭാഗ്യാണ് അച്ഛാ. കൊച്ചുകുട്ടികളുടെ പ്രകൃതാണെന്നല്ലാണ്ട് വേറെ ഒരു ദോഷവുമില്ല. കള പറഞ്ഞുകൂടാത്ത മനസ്സാണ്. നേരാണച്ചാ, ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണതല്ല. മോളെ, എന്നോളം ഭാഗ്യം നന്ദിനിക്ക് മാലതിക്ക് നേടിക്കൊടുക്കാൻ അച്ഛനെ കൊണ്ടാവില്ല. അച്ഛൻ വന്നു എന്നറിഞ്ഞ് ഞാൻ ഓടി വരികയായിരുന്നു. അച്ഛനല്ല, അമ്മാമനാ വിളിക്കേണ്ടത്. അച്ഛാന്ന് മതിയാവോളം വിളിച്ചിട്ടില്ല. ആചാരം എന്താ ആവട്ടെ, ഞാൻ അച്ഛാന്നേ വിളിക്കൂ. ആഹാ, നല്ല കാര്യായി. അച്ഛൻ വന്നിട്ട് വന്ന കാലേ തന്നെ നിർത്തി വർത്താനം പറയാ. അങ്ങോട്ടിരിക്കായിരുന്നല്ലോ, കാപ്പി എടുക്കാം. വേണ്ട, ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. ഞങ്ങൾക്കും ഇല്ലേ ചില മര്യാദകളൊക്കെ. വരാ കുട്ടിയെ. ആ, പഠിക്കാവുന്നിടത്തോളം പഠിക്കട്ടെ. കഴിച്ചോളൂ, സാവകാശം ഇരുന്ന് കഴിച്ചോളൂ. അതെ കുട്ടി, അച്ഛന്റെ കയ്യില് വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്തയക്കണ്ടേ? കുറച്ച് പഴം പൊതിഞ്ഞെടുക്കാം. പിന്നെന്താ വേണ്ടേ? വേണ്ട. എന്താ വേണ്ടാത്തെ? പതിവില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. വേണ്ട, അച്ഛൻ അതൊന്നും ഇഷ്ടാവില്ല. അതുകൊണ്ടാ. വേണ്ട കല്യാണമ്മേ. കുട്ടിയുടെ ഇഷ്ടം. അനിയൻ നമ്പരാ ഒന്നവിടെ നിൽക്കുക. എന്താ എന്നെ? അപ്പൊ പിഷാരടിന്ന് വിളിക്കില്ലാന്ന് തന്നെ അല്ലേ? എന്താണാവോ? എനിക്കാരും കത്തയക്കാനില്ലല്ലോ. കത്തുണ്ട്, പക്ഷെ തമ്പരാനല്ല, ആ പൊതുവാൾ കുട്ടിക്കാ. നിയമനോത്തരവാ.
വീട്ടിലന്വേഷിച്ചപ്പോ എവിടെയാണെന്ന് നിശ്ചയില്ലാത്തവേ. തമ്പുരാൻ അറിയാതെ വരില്ലല്ലോ. എനിക്കും അറിയില്ല. അവനും നിശ്ചയില്ലായിരുന്നു പോണതെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? 1-ാം തീയതിക്കുള്ളിൽ ഹാജരാവണമെന്ന ഉത്തരവ്. ഇല്ലാച്ച അവസരം പോവും. ഓരോ യോഗേ ഉത്തരവ് മടക്കിയേക്കാം, അത്ര തന്നെ. ഭാഗീരഥി, ഭാഗീരഥി, എടി ഭാര്യേ, ഇങ്ങടുത്ത് വാടി. എന്തിനാടി പതുക്കെ ആക്കണത്? മക്കള് 3 എണ്ണത്തിന് മാനമായിട്ട് അയച്ചു. മകനൊരുത്തനുള്ളത് ഹോസ്റ്റലില്. പിന്നെ എന്തിനാടി പതുക്കെ ആക്കണത്? ഓ, മരുമകളുടെ കാര്യമായിരിക്കും. അത് കളാ, അവൾ ഇങ്ങോട്ടെങ്ങും വരികയില്ല. നീ ഇങ്ങ് അടുത്ത് വാ, ഞാൻ ഒന്ന് ശൃംഗരിക്കട്ടെ. കണ്ടില്ലായിരുന്നേ, തിരുവുള്ളക്കേട് തോന്നരുത്. കുട്ടി എങ്ങനെ? കല്യാണത്തിന് അന്നൊരു നോക്ക് കണ്ടു, പിന്നെ കാണാറുണ്ട് അകത്ത് എവിടെയോ ഒരു നിഴല് പോലെ. ആ കുട്ടിക്ക് 2 അനുജത്തിമാരും കൂടി ഉണ്ട് അല്ലേ? കോലോത്തെ സഹായം കൊണ്ട് അവരെ കൂടി ഇറക്കിവിടാനാവും മോഹം. അത് ഞാൻ കൂടി വേണ്ടേ തീരുമാനിക്കാൻ? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കണേ? ആർക്ക് എന്ത് കൊടുത്താലും നിനക്കുള്ളത് കുറയില്ല, പോരെ? കഴിഞ്ഞു എന്ന് വെച്ചാ കയറി ചെല്ലുക. അവിടെ ഒരാൾ കുറെ നേരമായിട്ട് പാടുപെടുന്നു. കല്യാണിയമ്മ കാണുകയാണോ കയ്യും കലാശം കാട്ടി വിളിക്കണേ? കണ്ടാലെന്താ? ഹായ്, 4 ആള് കാണുക താലി കെട്ടിയ പെണ്ണിനെ ഒന്ന് അരികെ വിളിക്കാൻ. ചേടാ, കല്യാണിയമ്മ അല്ല, ആര് കണ്ടാലിപ്പോഴെന്താ വർത്താനം പറയണ ശൈലി ഉണ്ടില്ലേ? ഔ, എന്റെ തമ്പുരാൻ തെളിഞ്ഞു പോയിട്ടോ. സമ്പർക്ക ഗുണം കൊണ്ടാണേ. ചക്രത്തിന്മേല് കാലും വച്ച് 18 നൂറ്റാണ്ടാണ് കറക്കി വിടണുണ്ട്. അരുവികളെ, കുരുവികളെ, അരുമയാന മലരികളെ, ആനന്ദം മാത്രമറിയും സുഹൃതികളെ, ഇതളുണർത്തി ചിറകുവിരുത്തി പൊന്നോളമിളക്കി ഒഴുകൂ ഒഴുകൂ തിര തിര തിരയായി നിര നിര നിരയായി. കണിവ
താനതിന്തു താതിന്തു താതിന്തു തകതിന്തു താനതിന്തു താതിന്തു തകതിമിതിന്തു തകതിമിതോ താതിന്തിന്തു താതിന്തു തകതിമിതിന്തു തകതിമിതോ താതിന്തിന്തു തകതിമിതോ താതിന്തിന്തു തകതിമിതോ താതിന്തിന്തു തകതിമിതോ 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 താതിന്തിന്തു. തമ്പുരാനും കുട്ടിയും ചിലപ്പോ ഈ ആഴ്ച വരുമെന്ന് മാഷ് പറഞ്ഞിരുന്നു. വരട്ടെ. കുട്ടിയുടെ അച്ഛൻ നാട്ടിലൊരു പ്രമാണിയാണല്ലോ. ചേച്ചി വന്നു. ചേച്ചി ചേച്ചി രാവിലെ വരുമെന്ന് പറഞ്ഞ അച്ഛൻ കാത്തിരിക്കുക. നാട്ടുകാരുടെ മുന്നിൽ കിട്ടുന്ന ഈ സ്നേഹവും ആദരവും അതൊക്കെയുള്ളു കുട്ടി ആകെയുള്ള നേട്ടം. ആരോടും ഇന്നോളം എരന്നിട്ടില്ല. ഇല്ലാത്തപ്പം മുണ്ട് മുറുക്കി കൊടുക്കും. പരാതിയില്ല, പരിഭവമില്ല. വിധിച്ചതല്ലേ കിട്ടൂ. എല്ലാം അറിയുന്ന ഈശ്വരനോട് ഒന്നേ ഉള്ളൂ പ്രാർത്ഥന, അഭിമാനം പണയപ്പെടുത്താൻ ഇടവരുത്തരുതേ എന്ന്. മൂത്തവൾക്ക് ഈശ്വരനൊരു വഴി തുറന്നു തന്നു. ഇനി മാലതി നന്ദിനി, അവർക്കും ആ ഈശ്വരൻ തന്നെ മതി തുണ. എന്തേ? ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞതാണ് അതിന്റെ ശരി. വല്ലപ്പോഴും അല്ലേ ശരികൾ കേൾക്കാൻ പറ്റൂ. അങ്ങനെ കേൾക്കുമ്പോ അറിയാണ്ട് കണ്ണ് നിറഞ്ഞു പോവും. സന്തോഷം കൊണ്ടാണേ. വല്യേച്ചി അറിഞ്ഞോ? മാലതിയേച്ചിക്ക് TTCക്ക് കാർഡ് വന്നു. ഓ, ഞാൻ പറഞ്ഞോ വല്യേച്ചി എഴുതി അറിയിക്കാന്ന്. പിന്നെന്താ അറിയിക്കാതിരുന്നേ? എന്തിനാ? ചേച്ചി വരുമ്പോ അറിഞ്ഞാ പോരെ? ചേരാൻ നേരത്ത് ഒരുമിച്ച് കുറെ കാശ് വേണം. അതിനെന്താ വഴിയെന്ന അപ്പോ അച്ഛന്റെ വേവലാതി. വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വഴി താനേ ഉണ്ടാവും. ആ, മാങ്ങാത്തൊലി. അച്ഛന്റെ 2 അവതാരമായി മാലതിയേച്ചി. ഞാൻ പറഞ്ഞ വല്യേച്ചിക്ക് എഴുതാമെന്ന്. ഏട്ടനോടൊരു വാക്ക് പറഞ്ഞാ പോരെ? ചേച്ചിക്കറിയാലോ അച്ഛൻ ഇഷ്ടാവില്ലെന്ന്. നിസ്സംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. കോവിലകത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അവിടെ ഇല്ലാത്ത ഒന്ന് ഇവിടെ ഉണ്ട്, സ്വസ്ഥത. എന്തായി മാലതിയുടെ TTC പഠിപ്പിന്റെ കാര്യം? ആരാ പറഞ്ഞേ? ദിവ്യജ്ഞാനം കൊണ്ട് അറിഞ്ഞൊന്ന് കൂട്ടിക്കോളൂ. നന്ദിനിയുടെ പണിയാവോ എഴുന്നള്ളിച്ചത്? അല്ലെങ്കിലും അവൾക്ക് നാവിത്തിരി കൂടുതലാ. ആ കുട്ടിയോട് എന്തിനാ അലോഹ്യം? ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കൂടെ അറിയേണ്ടതല്ലേ. മാലതി പഠിക്കട്ടെ. ഏട്ടനോട് പറഞ്ഞ് അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. വേണ്ട. എന്താ വേണ്ട? അത് തന്നെ. വേണോ വേണ്ടോ എന്ന് ഞാനാ തീരുമാനിക്കാൻ. ഏട്ടത്തിയുടെ കോവിലത്തെ കാര്യങ്ങൾ ഏട്ടൻ നോക്കണില്ലേ? അതുപോലെയാണോ ഇത്? എന്താ അല്ലാണ്ട്? ഒരു പടി മുകളിലാണെങ്കിലേ ഉള്ളൂ. മരുമകനായിട്ടല്ല, മകനായിട്ട് തന്നെയാ കാണുന്നത്. അഹങ്കാരാണെന്ന് തോന്നരുത്. മാലതി അതെ, നന്ദിനി അതെ, എനിക്ക് കാർത്തിയെ പോലെ തന്നെയാണ്. അവരും രക്ഷപ്പെടണം. പക്ഷെ അത് മകളെ അയച്ചെടുത്ത് ഔദാര്യം കൊണ്ടാവരുത് നിർബന്ധമുണ്ട്. അഭിമാനം മാത്രമേ ഉള്ളൂ കുട്ടി, അത് ബാക്കി വേണം താനും. അലോഹ്യം തോന്നണ്ട, പുറപ്പെട്ടോളൂ. ഇടയ്ക്കൊക്കെ വരിക. ഞാൻ പറഞ്ഞ കേൾക്കില്ലെന്ന് തോന്നി, അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞത്. എന്നോട് ദേഷ്യം തോന്നുന്നെന്ന് വെച്ചാ ശിക്ഷിച്ചോളൂ. ദേഷ്യം? കാർത്തിയോടോ? ആ, തമ്പുരാനെ അന്വേഷിച്ച ഒരാളെ വിട്ടേക്ക് വരിക. എന്താ ആശാനെ? ഇത് ബാലചന്ദ്രൻ നായർ, കോളേജ് മാഷാണ്. ബാലൻ മാഷെന്നും വിളിക്കാം. എഴുത്തുകാരനാണ്. മാഷ് ഇവിടെ 2-3 മാസം താമസം ഉണ്ടാവും. അനിയൻ തമ്പുരാനെയാണ് സഹായത്തിനും കൂട്ടിനും കരുതിയേക്കണേ. വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം.
പുഴക്കരയിലെ എന്റെ പുതിയ വീട്ടിലാണ് താമസം. രണ്ടു മാസത്തെ താമസം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. വെറുതെ ഒരു വിശ്രമത്തിന് വന്നതാവും. അല്ല, കൂടിയാട്ടത്തെ കുറിച്ച് ഒരു ചെറിയ ഗവേഷണം. ഇവിടെ ആവുമ്പോ കലാമണ്ഡലം ഉണ്ടല്ലോ. എന്തേ വരെ ഒറ്റയ്ക്കാക്കിയത്? ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ. അപ്പൊ കല്യാണം? ജോലി തിരക്ക് കാരണം അതിനുള്ള സാവകാശം കിട്ടിയില്ല. അത് കൊള്ളാം. അനിയനോ? ഞാൻ കല്യാണം കഴിച്ചു. കുട്ടികൾ? അത്രക്കായില്ല. എന്തിനാ താമസിപ്പിക്കുന്നത്? പുഴക്കരയിൽ നമ്മുടെ ആശാന്റെ വീട്ടിലെ ഒരു മാഷ് താമസത്തിന് വന്നിട്ടുണ്ട്. രസികനാണ് ചങ്ങാതി. ലോഹ്യം പറയുന്ന കൂട്ടത്തിൽ ചോദിച്ചു, കുട്ടികളായോന്ന്. ഇല്ലാന്ന് പറഞ്ഞപ്പോ ചോദിക്കാ, എന്തേ താമസിപ്പിക്കണേന്ന്. കാണുന്നവരോടൊക്കെ എന്തൊക്കെയാ ഈ പറഞ്ഞു നടക്കണേ? ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു 2 കൊല്ലം കഴിഞ്ഞു മതി. പിന്നെ ഈ കോവിലകത്തിന്റെ മുറ്റം നിറയെ കുട്ടികൾ. അയ്യോ, മുറ്റം നിറയെ കുട്ടികളോ? കുറിക്കാൻ ഷേണായിക്ക് കുറെ കുടിശ്ശികയുണ്ട്. പിന്നെ വേറെ ചില ആവശ്യങ്ങൾ. കുട്ടൻ രജിസ്ട്രാഫീസ് വരെ വന്ന് ഒരു ഒപ്പിട്ട് പോക്കോളൂ. കുറിക്കാരന്റെ കുടിശ്ശിക തേങ്ങ വിറ്റ് വരുമ്പോ തീർത്താ പോരെ? എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കുട്ടൻ വന്ന് ഒപ്പിടുക. ഓരോന്നിങ്ങനെ വിറ്റുപോയാല്. അല്ല, എന്താ ഇത്ര അത്യാവശ്യം എന്ന് ഞാൻ കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ. കാരണം അറിഞ്ഞാലേ കുട്ടൻ ഒപ്പിടൂ. അറിഞ്ഞുകൊണ്ട് എന്താ ഏട്ടാ തെറ്റ്? ഏട്ടൻ തമ്പുരാന്റെ വാക്കിന് എതിർവാക്ക് ചിന്തിക്കുകൂടി ചെയ്യാത്ത ആളായിരുന്നു അനിയൻ തമ്പുരാൻ. കല്യാണ മന്ത്രത്തിന്റെ ഓരോ ശക്തിയെ ഇങ്ങനെ ചിലര് കാലെടുത്ത് കുത്തിയിട്ടാണേ പല തറവാടുകളും മുടിഞ്ഞു പോയിട്ടുള്ളത്. വല്ലവരും വല്ലതും പറയണ കേട്ടിട്ട് ഹായ് എന്താ കുട്ടി ഇത് നോക്കുക. ഇനി അഥവാ കുട്ടിയുടെ ഉപദേശം കേട്ടിട്ടാണ് ഉണ്ണി ഇത് പറഞ്ഞെങ്കിൽ കൂടി നന്നായിന്നേ ഞാൻ പറയൂ. ഈ ബുദ്ധി ഉണ്ണിക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കോവിലകത്തെ സ്വത്തുക്കൾ കുറെയെങ്കിലും ബാക്കി കിടന്നേനെ. ഒരു തെറ്റുമില്ല. കുട്ടി സമാധാനായിരിക്കും. ഓരോന്നിങ്ങനെ വിറ്റ് തീർക്കാൻ തുടങ്ങിയാലേ അവസാനം ഉണ്ടാവില്ല. ഏട്ടനോട് മറുത്തു പറയരുത്. അച്ഛന്റെ സ്ഥാനാണ് ഏട്ടന്. ഏട്ടനെ അനുസരിച്ചില്ലെങ്കിൽ അത് ഞാൻ ഉപദേശിച്ചുണ്ടാവുന്ന ആളുകൾ പറയും എന്ന് കരുതി എത്ര എന്ന് വെച്ചാ വിറ്റ് തൊളിക്ക. ഞാൻ മോശക്കാരി ആയാലും വേണ്ടില്ല, സ്വത്ത് തന്നെയാ പ്രധാനം, അല്ലേ? കാർത്തികേ, ഏതാവും എനിക്ക് പ്രധാനം എന്ന് പറഞ്ഞിട്ട് വേണം അറിയാൻ. അനിയൻ എന്താ പഠിക്കാതിരുന്നത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. 6 വരെ പഠിച്ചു, പരീക്ഷയ്ക്ക് തോറ്റു. 2ാം കൊല്ലക്കാരനായി വീണ്ടും അതേ ക്ലാസ്സിൽ പോകാൻ മടി. പോയില്ല. കല്യാണിയമ്മ കുറെ ഉപദേശിച്ചു, കൂട്ടാക്കിയില്ല. ഏട്ടൻ ശാസിച്ചില്ലേ? ഏട്ടനോ? ഏട്ടൻ വിവരം അറിഞ്ഞത് തന്നെ പിന്നെ എപ്പോഴും ആണ്. അതെന്താ അങ്ങനെ? എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കാനേ സമയമുള്ളൂ. എനിക്ക് മാത്രം മറിച്ചു. അനിയും പഠിക്കണമായിരുന്നു. പഠിക്കാതിരുന്നത് കൊണ്ട് എന്താ എത്ര നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാവില്ലിപ്പോ. ശരിയാണ് മാഷേ, എനിക്കും ഇപ്പൊ അത് തോന്നണു. കല്യാണം കഴിച്ച കുട്ടിക്ക് പഠിപ്പുണ്ട്. അക്കുട്ടിക്ക് മനസ്സിലാവണത്രയും കാര്യങ്ങൾ പറയാനുള്ള വിവരം എനിക്കില്ല. പാവം, എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അതൊരു വലിയ ഭാഗ്യമാണ് നീ. സ്വന്തം ഭർത്താവിന് മനസ്സിലാകാൻ വേണ്ടി സ്വയം താഴേക്ക് ഇറങ്ങി വരാൻ തയ്യാറാവുന്ന ഒരു ഭാര്യയെ കിട്ടാൻ തപസ്സിരിക്കണം. ആ മാഷ് പറഞ്ഞതറിയോ? കാർത്തികയെ പോലൊരു ഭാര്യയെ കിട്ടാൻ തപസ് ചെയ്യണമെന്ന്. ആ മാഷക്ക് എന്നെങ്ങനെ അറിയാം? മാഷ് എന്തിനാ അറിയണ? ഞാൻ അറിഞ്ഞാ പോരെ? ഞാൻ എപ്പോഴാണാവോ തപസ് ചെയ്തത്? മുജ്ജമ്പത്തില് ഹിമാലയത്തിന്റെ മുകളിൽ ജടയും താടിയും വളർത്തി മഞ്ഞിന്റെ മുകളിൽ തപസ്യായിരുന്നില്ലേ എന്നെ കിട്ടാൻ? ജടയും താടിയും വളർത്തിട്ടോ? ആയി, നല്ല രസമായിരുന്നിരിക്കല്ലോ കാണാൻ. തപസ് ചെയ്തിട്ടുണ്ടാവുക ഞാനാവും. ഈ സ്നേഹവും ഈ ജീവിതവും വരമായി കിട്ടാൻ. ഇത്രയും വൈകിയപ്പോ ഇനി പുലർച്ചയ്ക്ക് വരവുണ്ടാവുമെന്ന് കരുതി.
അവിടെ അല്ലേ കുറി എങ്ങനെയാ മണികണ്ഠന് ക്ഷീണാണോ അതോ അത് ആദ്യം പറയാം അമ്പരാൻകുട്ടി എന്നിട്ടാവും ബാക്കി കാര്യം. ഹായ്, ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. ആനയുടെ പ്രകൃതം തന്നെ പുഷ്പാങ്കദനും. തമ്പുരാൻകുട്ടിയുടെ കല്യാണത്തിന്റെ വകയൊന്നും പുഷ്പാങ്കദന് കിട്ടിയില്ല. അതിനെന്താ, കോവിലകത്തേക്ക് വന്നോളൂ. ശോ, പരിഭവിക്കണ്ട. കോവിലകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞത് മണികണ്ഠനെയും കൂടെ ചേർത്ത് തന്നെയാണ്. പിന്നെ പുഷ്പാങ്കദ, ഒരു കാര്യമുണ്ട്. പോകണതിന് മുമ്പ് ഒന്ന് കാണണം. കാണലൊക്കെ ആവാ, വെറും കൈയോടെ കണ്ടാ പറ്റില്ല. വേണ്ട രീതി തന്നെ കണ്ടോളാം. പോരെ? മതി. അല്ലട മോനെ. കുഞ്ഞുസാ, അവിയില് പാകമാക്കി വെളുത്തോണ്ട് ഒഴിച്ചോളൂ. ആ, അരി നല്ല അസലായിട്ട് കഴുകിയിരിക്കണം. ഒറ്റ കല്ലുണ്ടാവാൻ പാടില്ല. ഇപ്പോഴത്തെ അരിയാ, വിശ്വസിക്കാൻ പറ്റില്ല. ഒന്ന് വേഗം ചെരണ്ടടോ, എത്ര നേരമായി ചൊറിഞ്ഞോണ്ടിരിക്കണോ. പരമനേർക്ക് കോളായല്ലോ. 600 പേർക്കല്ലേ സദ്യ. എന്ത് കോളന്റെ തമ്പുരാന്, ഇത്രയും പേർക്ക് വെച്ച് വിളമ്പി കഴിയുമ്പോഴേക്കും സ്വന്തം വിശപ്പ് കെടും. അതാണ് ദഹനക്കാരന്റെ യോഗം. പിന്നെ എന്താന്ന് വെച്ചാൽ കിട്ടുന്ന കല്യാണം കൊണ്ട് 10 ദിവസമെങ്കിൽ 10 ദിവസം. ഇതെന്താ ഒന്നാം പാല? നാളാണ്ടായപ്പോ കരുതി ഇനി നാളെ ഉപായത്തിന് ഒരു വരവേ ഉണ്ടാവുള്ളൂ. ദേഹണ്ണപ്പുരയിലെ ഇരിക്കും കാലമായിട്ട് എത്തിയാൽ മതിയല്ലോ എന്ന് കരുതി ഇങ്ങനെ പിഴിയ. അനിയനെപ്പത്തി വൈകിട്ട് തന്നെ എത്തി. ഞാനല്ലേ എവിടെയും ആദ്യ അവസാനക്കാരൻ. മാഷക്കറിയോ, അനിയൻ തമ്പുരാൻ അല്ലാണ്ട് ഈ നാട്ടിലൊരു ഉത്സവോ കല്യാണോ അടിയന്തരോ ഉണ്ടോ? പക്ഷെ എന്ന് കരുതി തമ്പുരാന്റെ ഏട്ടൻ എങ്ങനെയല്ലാട്ടോ, ചടങ്ങിനൊന്നു വരും. വന്നാലോ എല്ലാത്തിനും ചുമതലക്കാരൻ താനാണെന്ന് ഭാവിക്കുകയും ചെയ്യും. നാളെ കണ്ടോളൂ. പരമാവരെ ഏയ് ഏയ് പുഷ്പാങ്കദ, ഒന്നിക്ക. ഞാൻ പറഞ്ഞിരുന്ന കാര്യം പറഞ്ഞോ? ഇല്ല, പക്ഷേ ഒരു നിബന്ധന പറഞ്ഞിരുന്നു. അത് ഞാനും മറന്നിട്ടില്ല. കാല് വെക്കാന് എന്താ ഇപ്പം കളിക്കുക? അങ്ങോട്ട് വെക്കാന്. അവിടെ പിടിച്ചോളൂ. ഇവിടെ കളിച്ചാന്, ഇങ്ങോട്ട് കളിച്ചാന്. എന്താ ഞാന കളിക്കുന്നത്? എന്തൊക്കെ കോലാ നീ കാണിക്കണേ? അവനോ ബുദ്ധിയില്ല, തനിക്കും ഇല്ലാണ്ടായോ? ബുദ്ധി ഉണ്ടായ 5 ഉറുപ്പ്യ വെറുതെ കിട്ടുമോ? ഉറുപ്പ്യക്കൊക്കെ വലിയ വിലയാ തമ്പുരാനെ. ആനപ്പുറത്തിരുന്ന് അങ്ങനെ വരുമ്പോ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു രാജകുമാരൻ എഴുന്നള്ളി വന്നിറങ്ങുമ്പോ കൊട്ടും കുരവയും, രാജകുമാരിയായി കാർത്തിക, മോളീന്ന് പുഷ്പവൃഷ്ടി. ഞാൻ കണ്ടു. അതെങ്ങനെയാ? മനക്കണ്ണുണ്ട്. എന്റെ തമ്പുരാൻ കാണുന്ന സ്വപ്നം എന്റെയും കൂടെ അല്ലേ? കാർത്തിയെ, എനിക്ക് കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണോന്ന് പറഞ്ഞിരുന്നു. അതായോ നോക്കൂ. കല്യാണിയമ്മേ, ഒരു സംശയം. ഏട്ടന് ഇനിയൊരു ഏട്ടനുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഏട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ, അവര് ഏട്ടത്തിയോട് ഇങ്ങനെ പറഞ്ഞ ഏട്ടനോ ഇവർക്കോ അത് രസിക്കോ? ഉണ്ണി ചോദിച്ചേ ശരിയാ, പക്ഷേ നമ്മളായിട്ട് ഒന്നിനും വഴിയുണ്ടാക്കണ്ട. പണ്ട് തൊട്ടേ എനിക്കത് അനുഭവമാണ്. തമാശക്കാരനായ വെറും ഒരു കോമാളി. എല്ലാരും എന്നെ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും ആരും വില വെക്കില്ല. ഇല്ലെന്ന് അനിയന് തോന്നുന്നതാണ്. ഉണ്ട്, ഉണ്ടാവണം. എങ്ങനെ? അതിനൊറ്റ വഴിയേ ഉള്ളൂ. ശരിയെന്ന് നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം തർപ്പിച്ച് പറയുക. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും മാറ്റാണ്ടിരിക്കുക. ആദ്യമൊക്കെ വില വെച്ചില്ലെന്ന് വരും, പക്ഷെ പിന്നെ പിന്നെ അത് മാറും. വില വെച്ചേ മതിയാകൂന്ന് വരും.
ആരുടെയാ മാഷെ ഈ കവിത? മാഷ് കല്യാണം കഴിക്കാത്തതിന്റെ രഹസ്യം ഇന്നാ എനിക്ക് മനസ്സിലായത്. സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മറ്റാരെയോ കല്യാണം കഴിച്ചു പോയത്രേ. എന്നിട്ടും ആ കുട്ടിയെ മനസ്സിൽ വിചാരിച്ച് ഒറ്റയ്ക്ക് കഴിയാണ് പാവം. ഞാൻ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ പാവം എല്ലാം തുറന്നു പറഞ്ഞു. ആരുടെയും കുറ്റമല്ലാത്രേ, ആശിക്കാൻ മാത്രമായിരുന്നു വിധിയെന്ന്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ആ കുട്ടി തിരിച്ചു വന്നാ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണത്രേ. കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. കഥകളിലും മറ്റും കാണാറില്ലേ അക്കൂട്ട്? മാഷിന്റെ പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് ആ കുട്ടി എഴുതിയ ഒരു കവിതയുടെ കടലാസ് എന്റെ കൈ കിട്ടി. അങ്ങനെ ഞാൻ ഈ കഥ അറിയുന്ന തന്നെ. നല്ല രസമുള്ള കവിതയായിരുന്നു. ഛോ, എന്തായിരുന്നു അതിന്റെ വരികൾ? നാവിന്റെ തുമ്പത്തുണ്ടായിരുന്നതാ, മറന്നു. അച്ഛന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷിച്ച്? കാവില് താലപ്പൊലിയാണ്, രണ്ടാളും വന്ന സന്തോഷാവുന്ന്. പോവോ? പോവോന്നോ? പോയി ചെന്ന് നിന്ന് നടത്തി കൊടുക്കാം താലപ്പൊലി, പോരെ? ആ, ഓർമ്മ വന്നു. ഞാൻ ചൊല്ലാ കവിത. പൂവിതൾ തൂവൽ തുമ്പാലേ മാനസ ശ്രീലക വാതിലിൽ നീയുരുമ്മി. അല്ല, മാഷ് ഇവിടെ സ്വപ്നം കണ്ടിരിക്കുക? അതെങ്കിലും വേണ്ട ഇനിയെ സ്വന്തമായിട്ട്. അത് ശരിയാ. ഞാൻ ദേ അമ്പലത്തിൽ നിന്ന് പറഞ്ഞ വഴിയാ. ഒരു പായസം വഴിപാടുണ്ടായിരുന്നു. മാഷിക്ക് അല്പം തരാന്ന് കരുതി. പായസം കഴിച്ചു. എന്നാൽ എന്താ വിശേഷം എന്ന് ചോദിച്ചില്ല. എന്താണ്? ഇന്നൊരാളുടെ പിറന്നാളാ. ആരുടെന്നല്ലേ? എന്റെ തന്നെ. അതെ. ആ, എന്നിട്ടെന്താ ഒറ്റയ്ക്ക്? അതോ, അവിടെ ആഘോഷത്തിന്റെ തിരക്കാ. പാചകം, സദ്യ, അങ്ങനെ. വരട്ടെ. നിലവരത്തെ ഔസേപ്പ് മാപ്പിള ഇന്നലെയും കണ്ടപ്പോ ചോദിച്ചു,
ആ മേലേപ്പര വളപ്പുമ്മൽ അയാൾക്കൊരു നോട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല വില ഈടാക്കാം. അത്യാവശ്യം ബാധ്യതകൾ തീരുകയും ചെയ്യും, വല്ലതും ചില്ലറ ബാക്കിയുണ്ടാവും. ഞാനും അതന്നെ ആലോചിക്കണം, അല്ലാണ്ട് വേറൊരു മാർഗവുമില്ല. താൻ അയാളെ കണ്ട് ഇടപാട് ഉറപ്പിക്കുക. നാളെ ഞായറാഴ്ച, നാളെ കഴിഞ്ഞ് പ്രമാണം രജിസ്റ്ററാക്കാം. ഓ ആ കുട്ടാ, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. മറ്റന്നാൾ ഒരു പ്രമാണം രജിസ്റ്ററാക്കാനുണ്ട്, ആ മേലേത്ര വളപ്പിന്റെ. ബുദ്ധിമുട്ടാവല്ലോ ഏട്ടാ. ബുദ്ധിമുട്ടോ? അതെ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മറ്റന്നാൾ കാർത്തികയുടെ നാട്ടിലെ കാവല് താലപ്പൊലിയാണ്, ചെല്ലാമെന്ന് ഏറ്റുപോയി. രണ്ടാമത്, ഇതിപ്പോ കുറെ ആയില്ലേ രജിസ്റ്റർ ആക്കുന്നു വിറ്റഴിക്കുന്നു, എന്നാ ഇതിനൊരു അവസാനം? കുട്ടാ, അത്രയ്ക്ക് അത്യാവശ്യം ഇവിടെ എന്താണെന്ന് ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. അത്യാവശ്യം ഇല്ലെങ്കിൽ ഏട്ടൻ തമ്പുരാൻ ഒരു കാര്യത്തിന് മുതിരോ? മുതിരും. പറഞ്ഞിളക്കി സ്വാധീനിക്കാനുണ്ടല്ലോ തന്നെ പോലുള്ള ആൾക്കാർ. കോവിലെ തുത്തുക്കളുടെ കാര്യം ഞങ്ങൾ ഏട്ടനും അനിയനും തമ്മിൽ പറഞ്ഞോളാം. താൻ ചെല്ലപ്പെട്ടിയെ നിൽക്കേണ്ടടുത്ത് നിന്നാ മതി. പറയേട്ടാ, ഈ കോവിലകത്ത് പണത്തിന് എന്താ ഇത്ര ഞെരുക്കം? നീ അവരുടെ വേറെയും വാക്ക് കേട്ട് എന്നെ വിസ്തരിക്കാൻ വരിക? ആരുടെയും വാക്ക് കേട്ടിട്ടല്ല. എന്താ അല്ലാണ്ട് എനിക്ക് ചോദിച്ചൂടെ? കുട്ടാ, ധിക്കാരം കൂടി പോണു. ശബ്ദമുറച്ച് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ ഉടനെ ധിക്കാരായി. പറഞ്ഞും പേടിപ്പിച്ചും ഇത്ര നാളെന്നെ മിണ്ടാതിരുന്നില്ലേ? ഇനി മതി. എനിക്കറിയണം, വസ്തുവകകൾ വിറ്റ് പണം ഉണ്ടാക്കേണ്ട അത്യാവശ്യം ഇപ്പോഴെന്താ? അറിയാൻ എനിക്കെന്താ അവകാശമില്ലേ? അറിയണം. അറിഞ്ഞിട്ടേ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. കല്യാണിയമ്മേ, ഞാൻ പറഞ്ഞതിൽ ഗുരുത്വദോഷമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഉണ്ണിയെ, ദുർബുദ്ധി ഉപദേശിക്കാൻ ഇങ്ങനെ ആളുണ്ടായിട്ടാ ഈ തലതിരിച്ചില്. നാണം കെട്ട ബന്ധത്തിന്റെ പേരിലുള്ള അധികാരം കൂത്താടുന്ന കൂരേ മതി. ഇത് കോവിലകമാണ്. ഇവിടെ ആരും നിന്നെ അകത്തമ്മയെ വായിച്ചിട്ടില്ല. ഒരക്ഷരം ഉപയോഗിച്ച് പോകരുത്. ഞാനിപ്പോ ഒരാണായി അല്ലേ? ഞാനും ഇപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ധൈര്യവും ശൗര്യവും എന്നിൽ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. നാളെ പുലർച്ചയ്ക്ക് നാട്ടിലേക്ക് പോവാം. എന്താ? വേണ്ട, ഏട്ടൻ പറഞ്ഞതനുസരിച്ചാ മതി. അത് ഞാനല്ലേ തീരുമാനിക്കാൻ. ഈ മുഖത്ത് നോക്കിയാൽ ഒന്ന് ശകാരിക്കാൻ കൂടി വയ്യ. എനിക്ക് പേടിയാവണല്ലോ എന്റെ തമ്പുരാനെ. ഔ, ആർക്കും വിലയില്ലാത്ത അനിയൻ തമ്പുരാനെ പേടിക്കാനും ഒരാളുണ്ട്. നന്നായി. മുഖവര വേണ്ട, പറയാ. വലിയ അനുഭവമൊന്നുമില്ലാത്ത കുറച്ചെന്തെങ്കിലും വസ്തു എഴുതി കൊടുത്ത് ഭാഗം പിരിച്ചുവിടണം. പിന്നെ ശല്യമില്ലല്ലോ. പോണു. പിണങ്ങിയിട്ടാ? അല്ല. എന്തേ ആവോ? ഒന്നുമില്ല. ഞാനും അവിടത്തോളം വേണ്ട. എന്തോ കടിച്ചല്ലോ. എന്താ ഏട്ടനെന്താ? പരിഭ്രമിക്കാതിരിക്കുക. വിഷാലിക്ക് ആള് പോയിട്ടുണ്ട്. ഏട്ടാ, 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 കഥ അറിയാണ്ടുള്ള വേഷം കെട്ടലായിരുന്നു കേട്ടില്ലേ? തിരിച്ചറിയാനുള്ള വിവേകം കുട്ടം വെറുതാക്കിയ ശരി. ഏട്ടാ, ആ ശരിയിലേക്ക് വരാൻ ഏട്ടന് സമയമില്ലല്ലോ കൂട്ടാ. വല്ലാണ്ട് വഴി പോയല്ലോ. ഏട്ടാ, ഏട്ടാ, വിധി അനുഭവിക്കല്ലാണ്ട് പറ്റൂ. മോൻ പോയി ഈറം മാറി വരൂ മോളെ. അമ്മേ,
ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ അമ്മേ. എന്താ ഇത്? ഞാനില്ലേ കൂടെ? ഞങ്ങളൊക്കെ ഇല്ലേ? മറ്റുള്ളവർ തളരുമ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ട ആളെ ഇങ്ങനെ തളർന്നാലോ? ഇതെന്തൊരു ഇരിപ്പാ? പിന്നെന്താ ഞാൻ എണീറ്റ് ഓടണോ? കോലോത്ത് ചെല്ലണം എന്ന് പറഞ്ഞ് 3 ദിവസമായി ആളയക്കുന്നു. നിങ്ങൾക്കൊന്ന് പോയാലെന്താ? പോയിട്ട് എന്താ കാര്യം? പശുവും ചത്തുവും മോരിലെ പുളിയും പോയി. പിന്നെ മണത്തിയല്ലെല്ലാം അവിടെ എന്തിരുന്നിട്ടാ ബാക്കി? എനിക്ക് വയ്യ. ഊർമിളയ്ക്ക് ഏതാണ്ട് ഏനക്കേട് പോലെയൊക്കെ. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഉമ്മെന്ന് പെണ്ണുങ്ങൾക്ക് വേറെ എന്താ ഏനക്കേടുണ്ടാവാനാ? ഓ നന്നായി. നീ എന്താ നേരത്തെ പറയാഞ്ഞേ? ഇത് ധാരാളം മതി. പിടികയറാൻ ഒരു തുരുമ്പല്ല, തൂറു തന്നെ ആയല്ലോ. ബാക്കി പണി എനിക്കറിയാം. ഒരു മരുമകള് തരത്തിലുണ്ടായത് ഭാഗ്യം. അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നെ വരെ, ഭഗവാനെ, ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നാലോ? എത്ര കുറി ഞാൻ ആളയച്ചു. വേണ്ടിയിരുന്നില്ല. ഏട്ടൻ തമ്പുരാൻ ഉണ്ടായിരുന്നപ്പോ രാത്രിയും പകലും ഇല്ലാണ്ട് കൂടെ നിന്നു. ഇനി അത് വയ്യ. വയസ്സായാണ് വരണത്. അവനവന്റെ കാര്യവും കുറച്ച് നോക്കാണ്ട് പറ്റുമോ? പങ്കുണ്ണിയാരെ ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാ. തീപ്പെട്ടുപോയ ഏട്ടൻ തമ്പുരാനും എന്റെ മരുമകൾ ഊർമിളയും തമ്മിൽ, അല്ല ഇവിടത്തേക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്നൊരു ബന്ധമാണത്. അവൾക്ക് വയറ്റിലയക്കണം. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം. ഏട്ടൻ തമ്പുരാൻ കൊടുത്തൊരു വാക്കുണ്ട്. ഇഷ്ടദാനായിട്ട് ഒരു പറമ്പും വരെ. പങ്കുണ്ണിയാരെ അല്ല, ഞാൻ പറയണത് വിശ്വാസം ആവണില്ലെങ്കിൽ കരപ്രമാണിയാരെ വിളിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കാം. ഏട്ടന്റെ വൃത്തികെട്ട ഒരു ബന്ധം. അത് കരപ്രമാണിമാരെ കൂട്ടി ആ വിഴുപ്പ് ഞാൻ അലക്കണോ? വേണ്ട, എനിക്കൊന്ന് ആലോചിക്കണം. അതിന് ഇത്തിരി സാവകാശം തരിക. കുടിശ്ശിക ഒരുപാടുണ്ട്. പ്രോനോട്ടിലും അല്ലാണ്ട് വാങ്ങിയ വായ്പ വേറെയും. ഉടനെ തീർക്കാം എന്ന് പറഞ്ഞതല്ലാണ്ട് ഒന്നും ചെയ്തില്ല. ആ ആളങ്ങ് പോവുകയും ചെയ്തു. തമ്പുരാൻ അറിയോ, രൂപായുടെ കാര്യം തന്നെയാ. ഇവനങ്ങ് കൈവിട്ടു പോയാലുണ്ടല്ലോ, പിന്നെ ഇതങ്ങ് തിരിച്ചു വരില്ല. അത് പറ്റൂല. തമ്പുരാൻ നമ്മൾക്ക് ഇടപാട് ഇപ്പോൾ തീർക്കണം. ഇവിടെ നോക്ക്, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഇത് കാസിന്റെ കാര്യമാണ്. കടം വീട്ടാൻ വസ്തുക്കൾ മുഴുവനും വിൽക്കാം. പക്ഷെ അതുകൊണ്ടാവില്ല. കോവിലകം വരെ പണയത്തിലാണ്. ഏത് നിമിഷവും ജപ്തി നടപടി വരാം. ഭഗവാനെ, കാറ് ഞാൻ കൊണ്ടുപോവാണ്. അത് വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ പേരിലും. അതെങ്കിലും ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് വിഷമാവും. എനിക്ക് അവകാശപ്പെട്ടതും എനിക്കായിട്ട് തന്നിട്ടുള്ളതും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. സംശയം ഉണ്ടെന്ന് വെച്ചാ ഇതാ പെട്ടിയും സാധനങ്ങളും പരിശോധിക്കാം. എന്താ ഏട്ടത്തി അന്യരോടെന്ന പോലെ ഇങ്ങനെ? ഏട്ടത്തി എന്തെടുത്താലും ഇവിടെ ആരെങ്കിലും എതിർക്കോ? വേണ്ട, ഞങ്ങൾ മംഗലം കോവിലത്തുള്ളവർക്ക് ആരുടെ ഔദാര്യം പറ്റി ശീലമില്ല. പോകണ്ട ആള് പോയി. പിന്നെ ഞാനെന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങണത്? പോണതാ നല്ലത്. കൃഷ്ണ, ഇതാ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കാറിലേക്ക് വെക്കൂ. മാധവൻകുട്ടിയെ കണ്ടപ്പോഴാ ഉത്സവം അടുത്ത കാര്യം ഓർമ്മ വന്നത്. എവിടേക്കാ രണ്ടാളും കൂടി? ഇന്നെനിക്കൊരു നിർബന്ധം, സ്വന്തം വീട്ടിലൊന്ന് പോണമെന്ന്. പോയി. എന്നിട്ട് കയറ്റിയില്ല, തിരിച്ചു പോന്നു. ആ വഴിയാ. പക്ഷെ ദോഷം പറയരുത് കേട്ടോ. പൊതുവാള് കുടുംബത്തിന് ചുരകൻ അയക്കുന്ന മണിയോട് മാസാമാസം ഒപ്പിട്ട് വാങ്ങാം. അതിനെറുപ്പില്ല. നിങ്ങളെ കോവിലകത്ത് വിളിച്ച് താമസിപ്പിച്ചാണ് ഞാൻ. പക്ഷെ എപ്പോഴാ കൈമോശം വരിക എന്ന് ഉറപ്പില്ലാത്തടത്തേക്ക് എങ്ങനെയാ ക്ഷണിക്കുക? ഒന്നും വേണ്ട. പൊതുവാള് കുട്ടിക്ക് സുഖമായി താമസിക്കാൻ ക്ഷുരകൻ ശങ്കരന്റെ കൊച്ചു വീട്ടിലെ സ്ഥലം ധാരാളം മതി. അല്ല, അനി ഞങ്ങളുടെ വിശേഷം കണ്ടുല്ലോ. അവിടെ വിശേഷമൊന്നും ആയില്ലേ? ഇല്ല,
അല്ലാണ്ട് തന്നെ വിശേഷങ്ങൾ ഏറെയാണ്. കേട്ടു. സഹായിക്കാൻ കഴിയാത്തവരുടെ ദുഃഖമേ ഉള്ളൂ. ഒക്കെ ശരിയാവും. ശരിയാവണമെന്ന് പ്രാർത്ഥിക്കാം. സർക്കസ് ടെന്റിലെ അരിവെപ്പുകാരന് അതിൽ കൂടുതൽ എന്താണാവുക? 2 വർഷത്തെ ഉത്സവത്തിന്റെ കണക്ക് ഇനിയും തരാനുണ്ട്. കുറച്ചൊന്നല്ല കൃത്രിമം കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞോണം. ഭഗവാന്റെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് അസത്യം പറയുന്നത്? കാര്യങ്ങളൊക്കെ ശരിയാണ്. തിരിമറിയും കൃത്രിമവും ഏറെ കാണിച്ചിട്ടുണ്ട്. വേണമെന്ന് വെച്ചിട്ടാവില്ല. ഇല്ലായ്മ വരുമ്പോ എടുത്തിട്ട് മറിക്കും. പിന്നെ തിരിച്ചു വെക്കാനോട്ടാവുകയുമില്ല. കുറെ കാലമായിട്ട് ഇതാണ് പതിവ്. ആശ്രിതനായിട്ട് കൂടെ നടക്കുമ്പോ എനിക്കിത് വല്ലതും പറയാൻ പാടുണ്ടോ? ഭഗവാനെ ക്ഷമിക്കണേന്ന് പ്രാർത്ഥിക്കോ. ഇപ്പോഴെങ്കിലും കള്ളി വിളിച്ചതായല്ലോ. താൻ പൊക്കോളൂ. ഗുരുവായൂരപ്പാ, ഇനി എന്താ വേണ്ടതെന്ന് പ്രസിഡന്റ് പറയാം. ആവൂ, ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് പറയുന്നതിന് വില ഉണ്ടായല്ലോ. ഖജാൻജി തമ്പുരാൻ പറയുന്നതായിരുന്നല്ലോ ഇവിടെ എല്ലാവർക്കും വലുത്. പഴങ്കഥ പോട്ടെ കൈമളെ, മേൽ നടപടി നോക്കുക. കൃത്രിമം കാണിച്ച തുക എത്രയാണ് തിട്ടപ്പെടുത്തി അനന്തരാവകാശികളിൽ നിന്ന് നടത്തിച്ചെടുക്കാൻ നിയമപരമായി നീങ്ങണം. അതാണ് അതിന്റെ ന്യായം. അതുകൊണ്ട് മാത്രമായില്ല, പഴമയുടെയും പാരമ്പര്യത്തിന്റെയും കഥ അങ്ങോട്ട് മാറ്റുക. ഭഗവാന്റെ തിരുവാഭരണം കോവിലത്തെ നിലവറയിലാണ് ഇപ്പോഴും. കടം കയറി തീരെ വശക്കേടാവുമ്പോ ആ പിടിപ്പില്ലാത്ത അനിയൻ തമ്പുരാൻ അതെടുത്ത് പണയപ്പെടുത്തില്ല എന്ന് എന്താണ് ഒരു ഉറപ്പ്? ഭഗവാനെ, അത് ശരിയാണല്ലോ. ഞാൻ പറയാ, തിരുവാഭരണം അവിടുന്ന് എടുക്കണം എന്ന് തന്നെയാ. ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരികളിൽ നിന്ന് കോവിലകത്തെ നിയമപരമായി തന്നെ ഒഴിവാക്കുക. ക്ഷേത്രം വക സ്വത്തുക്കൾ ഈ ആഫീസിൽ സൂക്ഷിച്ചാൽ മതി. ഊർമിളയുടെ കാര്യം ഒരു തീരുമാനം അറിയണം. അവകാശം വാങ്ങാൻ വന്ന് സത്യാഗ്രഹം ഞാൻ പറയും. സർക്കാർ ജപ്തി ചെയ്ത് സീല് വെക്കുമ്പോ അതിനുള്ള പന്തൽ ഈ മുറ്റത്ത് തന്നെ ആട്ടെ. അവകാശം അവിടെ നിന്ന് അനുവദിച്ചു കിട്ടും. ഇറങ്ങി പോടോ നാളെ പറ്റി. എല്ലാം പോയിക്കോട്ടെ, സാരമില്ല. എന്നാലെങ്കിലും മനസ്വസ്ഥത ഉണ്ടാവല്ലോ, അത് മതി. കാർത്തികയും ഞാൻ കല്യാണം കഴിക്കുമ്പോ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതിക്കല്ലോ അച്ഛൻ. ആ സ്വപ്നം കൂടെ തകരുകയാണല്ലോ കുട്ടിയെ. അരുത്, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് വിവരം അറിഞ്ഞില്ല. രാവിലെ വന്നപ്പോ ആശം പറഞ്ഞ പറഞ്ഞത്. അകത്തേക്ക് വരൂ. കാപ്പി എടുത്തു വെച്ചു, മോൾ അവരെ വിളിക്കുക. പക്ഷേ ഇതാണ് ഞാൻ പറയാറുള്ള ബാലൻ മാഷ്. അറിയാം. അതെങ്ങനെ? എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്.
മനസ്സ് വേറെ എവിടെയാണ് എനിക്കറിയാം. ആളുടെ ഉടല് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇല്ല. ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്. കുറേ ദിവസമായി കരുതണു, കഴിഞ്ഞില്ല. മുങ്ങുന്ന കപ്പലിലെ കപ്പിത്താനല്ലേ, അതിന്റെ തിരക്കശം കിട്ടിയില്ല. ഒന്നിനും വേണ്ടിയിട്ടല്ല, എന്നാലും അറിയണം, ഒരാശ. ചോദിച്ചാൽ മാഷ് സത്യം പറയോ? ചോദിക്കാതിരുന്നൂടെ? മതി, എനിക്കുത്തരം കിട്ടി. ഒരു കാര്യം മാഷ് വിശ്വസിക്കണം. മുമ്പേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ രണ്ടാളുടെ ഇടയിലേക്ക് വരില്ലായിരുന്നു. അനിയ, സത്യം മാഷെ, സത്യം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ അനിയ? എല്ലാം കഴിഞ്ഞിടത്ത് നിന്നും ചില തുടക്കങ്ങളില്ലേ മാഷെ? എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ വേണ്ടി തുറന്നിട്ട മനസ്സിന്റെ വാതിൽ ഒന്നും മറന്നിട്ടില്ല അനിയ. ഈ കടം ഇനി ഒരു ജന്മം വീട്ടിക്കൊള്ളാം മാഷെ. ജപ്തി നോട്ടീസാണല്ലേ? അതെ. വല്യമ്മാവൻ എനിക്ക് തന്ന 10 സെന്റും പുരയും ആരും നടത്തിയെടുക്കില്ലല്ലോ. നമുക്കവിടെ കഴിയാം. ഞാൻ നിങ്ങളെ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ? ഉണ്ണി, ഉണ്ണി. ഓർമ്മ വെച്ചതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഞാനില്ലാതൊരു ഉത്സവം. ചില ജന്മങ്ങളുണ്ട്, അതിനോട് ചേരുന്നതിനെ കൂടി കരിച്ചു കളയും. എന്റെതങ്ങനായിപ്പോയി. ഏത് ശാപത്തിന്റെ പേരിലാണ് കാർത്തികയ്ക്ക് ഈ ബന്ധം സമ്മതമെന്ന് തോന്നിയത്? മുജ്ജന്മ പാവാവും. എന്നാലും രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിൽ വേണം നശിച്ചുകൂടെ?
അനിയേട്ടാ അനിയേട്ടാ അനിയേട്ടന് ഒരു കഥ പറഞ്ഞു തന്നിട്ട് എത്ര നാളായി? ഒരു കഥ പറഞ്ഞു തരുമോ? എന്താ അനിയേട്ടാ ഒരു കഥ? കഥ വേണ്ട, കടങ്കഥ മതി. കഥയും കടങ്കഥയും അല്ലാത്ത ഒന്നാവാം, പക്ഷേ പറയില്ല, കാണിച്ചു തരാം. നിങ്ങൾക്ക് തമാശ കാണുന്ന ഇഷ്ടമല്ലേ? എങ്കിൽ എല്ലാരും വട്ടത്തിൽ ഒന്ന് നിന്നേ. വട്ടത്തിൽ നിൽക്കാം. ഇന്നോളം ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തമാശയാണ് കാണാൻ പോകുന്നത്. പക്ഷെ അതെങ്ങനെ വെറുതെ ഒന്ന് കാണാൻ പറ്റില്ല. മാധവൻകുട്ടിയേട്ടൻ എന്താ പറയാറ്? സ്പോട്ട് ലൈറ്റും മ്യൂസിക്കും ഇല്ലാണ്ട് അഭ്യാസം കാണിക്കാൻ പറ്റില്ല എന്നല്ലേ? സ്പോട്ട് ലൈറ്റ് മുകളിലുണ്ട്, അതാ. മ്യൂസിക്കിനല്ലേ നിങ്ങൾ? എല്ലാരും ചേർന്ന് നന്നായിട്ടൊന്ന് കൈകൊട്ടിയേ. പോരാ പോരാ പോരാ, ശരിയായില്ല. കുറെ കൂടെ ഹരത്തില്. ആ ആ അച്ഛൻ വിളിച്ചു, പോയില്ല. ഇപ്പൊ മാഷും. ഞാൻ വരില്ല, ഞാൻ വരില്ല മാഷ. എവിടേക്കും വന്ന എന്റെ തമ്പുരാൻ ഒറ്റയ്ക്കാവും. ഈ അസ്ഥിത്തറയിൽ വിളക്ക് വെക്കാൻ ഞാൻ വേണം. ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ പാവം തമ്പുരാന്. കത്തിത്തീർന്ന പകലിന്റെ പൊട്ടും പൊടിയും ചാർത്തി കത്തിത്തീർന്ന പകലിന്റെ പൊട്ടും പൊടിയും ചാർത്തി ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും, പുലരി പിറക്കുന്നു വീണ്ടും. പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു.